Hallelujah. Wise will inherit glory. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനികൾ മഹത്വം അവകാശമാക്കും. അതാണ് ഇന്നത്തെ എൻ്റെ സന്ദേശം. The title of today's message is that the wise will inherit glory. മഹത്വം ആർക്കാണ് ലഭിക്കുന്നത്? Who gets the glory? ജ്ഞാനികൾക്കാണ് മഹത്വം. The wise will get glory. Hallelujah. Hallelujah. അടുത്തിരിക്കുന്ന ആളോട് പറ, ജ്ഞാനികൾക്കാണ് മഹത്വം ലഭിക്കുന്നത്. Tell the person next to you, the wise will inherit glory. Hallelujah. Hallelujah. Praise the Lord. Hallelujah. ഒരു പ്രാവശ്യം കൂടി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. Just praise the Lord one more time. ഇന്നത്തെ കർത്താവിന്റെ ദൂതനായിട്ട് ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. Just praise God for today's message. Hallelujah. Hallelujah. കർത്താവ് വലിയ കാര്യങ്ങളെ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. The Lord is doing mighty things. ആമേൻ. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? How many of you believe that? God is doing mighty things in your life. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായ വലിയ കാര്യങ്ങളെയാണ് ചെയ്യുന്നത്. He is doing mighty things in each of our lives. പക്ഷേ അത് വചന കേൾവി ഇല്ലാതെ ഒരിക്കലും അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. But without the right hearing of the word, you won't be able to operate on that. ക്രിസ്തീയ ജീവിതമാണെങ്കിലും അതിനകത്തും രണ്ട് കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് നമുക്ക് വേണം. In Christian life, we need two important things. രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ആരോഗ്യം, രണ്ട് സമ്പത്താണ്. ഇത് രണ്ടും വേണം നമുക്ക്. One is health, another is wealth. നമുക്ക് ആരോഗ്യം വേണ്ടായോ? We need health. ആരോഗ്യം വേണ്ടായോ? മിണ്ടുന്നില്ലല്ലോ ആരും. അപ്പോൾ മഞ്ജു വന്നു വിട്ടിരുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ നോർത്തേക്ക് ആരോഗ്യം വേണ്ടത് ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ആരോഗ്യം Anybody who doesn't need good health? ആരും പറ, എനിക്ക് ഭയങ്കരമായിട്ട് ആരോഗ്യം വേണം, നല്ല ഹെൽത്തി ആയിട്ട് ഞാൻ ഇരിക്കണം. We want to be healthy. We need to be good health. ഹെൽത്തി അല്ലാത്തവരെ കണ്ടാലേ അറിയാം, ഇങ്ങനെ തൂങ്ങിയായിരിക്കുന്നത്, ഏറ് കൊണ്ട കോഴിയെ പോലെ ആയിരിക്കുന്നത്. Those who are unhealthy will be drooping their head down. നമ്മൾ ശ്രദ്ധിച്ച് ആരോഗ്യമുള്ളവരെ ശ്രദ്ധിച്ച് അവരുടെ കണ്ണിനകത്തോട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൂടെ തിളങ്ങും. എന്റെ കണ്ണി നോക്കുന്ന പോലെ. But those who are healthy, their eyes will be glittering like my eyes. സമ്പത്തുള്ളവരെ കണ്ടില്ലേ? സമ്പത്തുള്ളവരെ കാണുമ്പോൾ നമുക്കറിയാം അവന് സമ്പത്തിൻ്റെതായ ഒത്തിരി വിശേഷ കാര്യങ്ങളുണ്ട്. Those who are wealthy, you can make out from their appearance. അവരുടെ ഡ്രസ് കോഡ് അല്ലെങ്കിൽ അവരുടെ ആ സംസാരത്തിന്റെ ശൈലികളെല്ലാം അവരുടെ ആ സമ്പത്തിനെ കാണിക്കുന്ന. The way they dress up, the way they talk shows how rich they are. സമ്പന്നരായവരെ കണ്ടവരെ അവരൊരിക്കലും ഇങ്ങനെ നിൽക്കത്തില്ല. അവര് those who are wealthy won't അവരെപ്പോഴും തലയോട് പോടെ നിൽക്കത്തുള്ളൂ. കാര്യം അത് സമ്പത്തിന്റെ ലക്ഷണമാണ്. അവൻ ആരുടെയും മുമ്പിൽ തല കുലിക്കേണ്ട ഒരു കാര്യമില്ല. He doesn't need to bow his head before anybody. Because he doesn't need anything. അവന് ഒന്നിന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ എന്തിനാ വളഞ്ഞു നിൽക്കുന്നത്? He doesn't have to bow before anyone because he doesn't need നിങ്ങൾ എപ്പോഴും anything. ഓർത്തോണമേ, ക്രിസ്ത്യൻ ജീവിതത്തിനകത്തും ആരോഗ്യവും സമ്പത്തും വളരെ അത്യാവശ്യമാണ്. Even in Christian life, health and wealth are important. Hallelujah. Hallelujah. നിന്നെ അറിയാവുന്ന ഒരുത്തനുണ്ടല്ലോ, അവനെല്ലാം ചെയ്യും. There is somebody who knows you. He will do everything Praise for the you. Lord. Hallelujah. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. പറ ഹല്ലേലൂയ. നീ എവിടെയോ ഒരു വര വരച്ചു നിൽക്കുകയാണ്. ആ വരയാണ് നിന്റെ ജീവിതത്തിന്റെ പ്രശ്നം. ആ വരയ്ക്ക് അപ്പുറത്ത് അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയുന്നവനാണിവൻ. You have drawn a line somewhere and you're standing there. You stopped somewhere. നീ നിന്നുപോയി എവിടെയോ. You have limited yourself under that line. Hallelujah. Hallelujah. ഒരിടത്ത് എത്തിയപ്പം നിന്നുപോയി. ഇതിന്റെ അപ്പുറത്തൊന്നുമില്ലെന്ന് വിചാരിച്ചു. ഇതിന്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നിന്നോട് സംസാരിക്കുന്നത്. You have limited yourself on a line, but the Holy Spirit is here today morning to take you beyond the line. Hallelujah. Hallelujah. ഈ ഹ്രസ്വദൃഷ്ടി മാറിയിട്ട് ഒരു ലോങ് വിഷന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കണം. ഈ അടുത്ത് കാണുന്ന സാധനം കാണാൻ എളുപ്പം. ഇതിപ്പം റിമോട്ടാന്ന് എനിക്ക് മനസ്സിലാകും. ഇതങ്ങ് ദൂരെ ഇരുന്നാലും ഇത് ചെറുതാണെങ്കിലും അതിനെ വലുതായി കാണും. മാഗ്നിഫൈയിങ് വിഷനാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് തരുന്നത്. You must have a desire to get rid of your short-sightedness and have a longer vision, and that's why we have the Holy Spirit. ചിലപ്പോൾ ലെൻസ് ഒക്കെ വെച്ച് നോക്കത്തില്ല. ലെൻസ് കണ്ണാടിക്കൊക്കെ ലെൻസ് വെക്കുന്നതിന്റെ കാര്യം എന്താ പറയുന്നത്? കുറച്ചുകൂടെ ക്ലിയറായി, ബ്രൈറ്ററായി, ബിഗറായി കാണാൻ വേണ്ടി, വലുതായി, നന്നായി, നല്ല ക്ലാരിറ്റിയിൽ കാണാൻ വേണ്ടിയല്ലേ കണ്ണാടിക്കകത്തൊക്കെ ലെൻസ് വെച്ചിരിക്കുന്നത്. അതുപോലെ നിന്റെ പ്രാർത്ഥനയ്ക്കകത്തും നിന്റെ വചന വായനയ്ക്കകത്ത് നീ ആരാധനയ്ക്കകത്തിരിക്കുമ്പോൾ നിന്റെ വിഷൻ മാഗ്നിഫൈഡ് ആകും. അത് വികസിച്ച് വലുതായി നിൽക്കും. We need to have the magnifying glass that magnifies the vision when you are praying, when you are in worship. ദൈവത്തിന്റെ മഹത്വമൊക്കെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. God's glory is so great. അതുകൊണ്ട് അവനെ എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്ന അതിവിശിഷ്ടമായ കാര്യമാണ്. It's precious. Therefore what he has stored up for me is also precious. Hallelujah. Hallelujah. ദൈവത്തിന്റെ മഹത്വത്തിന് വലിപ്പമില്ലേ? Isn't there a greatness for his glory? അങ്ങനെയാണെങ്കിൽ അവൻ എനിക്ക് വേണ്ടി കരുതിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് അല്ലേ? If so, whatever he has prepared for me is ഹഗായി the 2:9 best. വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. Let's begin by reading Haggai 2:9. Hallelujah. Hallelujah.
ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കും. ഹല്ലേലൂയ. ഇവിടെ ഈ ആലയം എന്നുള്ള വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച, ഹൗസ് എന്ന ബെയ്ത്ത് എന്ന വാക്ക്. ബെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കോണം, പള്ളിയുടെ കാര്യമല്ല പറയുന്നത്, വീട്ടിലെ കാര്യമാ, നിന്റെ വീടിന്റെ കാര്യമാ, നീയാകുന്ന ഭവനത്തിന്റെ കാര്യമാ, നീ വസിക്കുന്ന ഭവനത്തിന്റെ കാര്യമാ, നീ പാർക്കുന്ന ദേശത്തിന്റെ കാര്യമാ, നീ എവിടൊക്കെ പോകുന്നു അവിടെയെല്ലാം കണ്ട കാലം മറന്നു കിടക്കുന്ന മഹത്വം പോലെയല്ല, വലിയ മഹത്വത്തെ അവൻ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവനാ. The glory of this latter house shall be greater than that of the former. Here the house, the meaning is bed. Wherever you go, the Lord wants to show greater glory. Present is not so good. ഇപ്പൊ ഉള്ളതിനൊന്നും അത്ര വലിപ്പമൊന്നുമില്ലെന്ന് മനസ്സിലാക്കണം. നമ്മൾ അവിടെയാ ലിമിറ്റ് ചെയ്യുന്നത്. ഇപ്പൊ കണ്ടില്ലേ, അത്ര മതി എന്ന് പറഞ്ഞ് അവിടെ ഇറ്റ് ഈസ് നോട്ട്. ഈ ഇപ്പോൾ കാണുന്നതല്ല, ഇതിന്റെ അപ്പുറത്ത് നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ ജീവിതത്തിനകത്ത് അവൻ വലിയത് ചെയ്യുവാൻ മതിയായ ദൈവമാണ്, വിശ്വസിക്കണം. You must believe that beyond what you see, your present is not good. God is able to do beyond what you see right now. അതുകൊണ്ട് കർത്താവിന്റെ പിന്നാലെ ഇറങ്ങിയ സഭകളെല്ലാം ശ്രദ്ധിച്ചു നോക്കിയാൽ അവരെല്ലാം ഓരോരുത്തരത്ത് സ്റ്റക്കായി പോയി. Look at the churches that began, they all got stuck at some point. ചില ആൾക്കാർ സുവിശേഷത്തിൽ സ്റ്റക്കായി പോയി. Some people got stuck at the gospel. ചില ആൾക്കാർക്ക് അഞ്ചപ്പം കൊണ്ട് 5000 പേര് മിറക്കിളിനകത്ത് സ്റ്റക്കായി പോയി. Some people got stuck with the miracles. ചിലർ ആരാധനയ്ക്കകത്ത് സ്റ്റക്കായി പോയി. Some people got stuck with worship. ചിലർ അതിന്റെ കമ്മിറ്റിക്കകത്ത് സ്റ്റക്കായി പോയി. Some people are stuck in the committee. ചിലർക്ക് സെപ്പറേഷനകത്ത്, വേർപാടിനകത്ത് സ്റ്റക്കായി പോയി. Some people are stuck with separation. ചിലർ പറയുന്ന ഹോളിനെസ്, വിശുദ്ധിക്കകത്ത് സ്റ്റക്കായി പോയി. Some people are stuck with holiness. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്ന അവന്റെ മഹത്വത്തെ നിന്നെ കാണിച്ചു തരാൻ വേണ്ടി. God called you to reveal his glory. അവന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ അവന്റെ സ്റ്റാൻഡേർഡ് ആണ്, അവന്റെ മഹത്വം, അവന്റെ നിലവാരം, അവന്റെ മഹത്വം എന്ന് His പറയുന്നത്. glory is his standard. നമുക്ക് ഒന്നോ രണ്ടോ കാര്യം നടന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പറയും ഇത്ര ദൈവമുള്ളെന്ന് പറയും. യു ലിമിറ്റ് യുവർ ഗോഡ്. നിന്റെ അപ്പനെ നീ ചെറുതായിട്ട് കാണാൻ തുടങ്ങുന്നത്. Once we receive couple of things, we limit our God. The glory of the latter house എന്ന് എഴുതിയിരിക്കുന്ന latter house എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടിലെ കാര്യം. പ്രത്യേകമായി ഞാൻ ഇന്ന് രാവിലെ പറയാം, 28 സെപ്റ്റംബർ മാസം 2025 എന്ന് പറയുന്ന ഈ ദിവസം, ഈ 4ാമത്തെ ഞായറാഴ്ച പറയുക, നിന്നോട് വ്യക്തിപരമായി ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട് പറയുകയാണ്, നിന്റെ വീടിന്റെ മഹത്വത്തെ കുറിച്ചാണ് അവന്റെ സംസാരം. അതിപ്പോൾ കാണുന്നതല്ല, അത് ഏറ്റവും നന്നായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. This morning I want to tell you, on this day, September 28, God wants to increase the glory of your house. കാര്യം അവന്റെ സ്റ്റാൻഡേർഡ് അവൻ പറയുന്നത് നിങ്ങൾ അത്രയും പോരാ. ശലോമം പണിത ആലയം ബ്യൂട്ടിഫുൾ ആണ്, അത് പോരാ. അതിനകത്ത്, എന്റെ ഭവനത്തിനകത്ത് ഇനി നിറവുകളുണ്ട്, അത് നിന്റെ കണ്ണുകൾ തുറന്ന് നീ കാണണം. There is more increase in my house. I want you to open your eyes and see them. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കടമ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന അനാരോഗ്യമാ, ഇപ്പോൾ കാണുന്നത് സാധ്യതയില്ലായ്മകളാ, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കഷ്ടപ്പാടുകളാ, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ദാരിദ്ര്യമാ. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ലെവലിൽ, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിൽ ആമേൻ ഹല്ലേലൂയ, അവനെ മുഖാമുഖം കാണുന്ന അവസരത്തിലേക്ക് നിങ്ങൾ മാറണം. Maybe what you see right now is death and poverty and disease and distress and trouble, but God wants you to see according to his standard something marvelous. ഇതെല്ലാം മാറുന്ന ദിവസങ്ങളായിരുന്നു ഓർത്തോണമേ. You must see this day as a day. മറമാറി വെളിപ്പെടുന്ന ദിവസങ്ങൾ, അതാ ഈ വർഷം മുഴുവനും. These days are days of unveiling glory. ഹല്ലേലൂയ. അതാണ് നിന്റെ മുമ്പിൽ നീ കാണാൻ ആഗ്രഹിക്കേണ്ടത്. That's what you must desire to see. ഞാൻ എപ്പോഴും സണ്ണിച്ചേനും റൈച്ചലമാമയോട് പറയും, സുനിൽ നല്ല മോനാ, നിങ്ങളുടെ മോനൊക്കെ, പക്ഷെ അവനെ എഴുന്നേറ്റ് ബോധമാവണ്ണം പ്രവർത്തിക്കുന്ന കാണാൻ അവന്റെ രോഗമല്ല, അവന്റെ ആകാഴികയല്ല നിങ്ങൾ പറയേണ്ടത്. അവൻ യേശു കർത്താവിന്റെ നാമത്തിൽ എത്രയോ പേര് 40 വർഷം അവൻ മുടന്തനായി കിടന്നവൻ എഴുന്നേക്കുമെന്നല്ല അപ്പന്റെ അപ്പനും അമ്മ വിചാരിച്ചു. അവൻ ഹല്ലേലൂയ. കുളക്കരയിൽ കിടന്നവൻ 38 വർഷം തളർന്നു കിടന്നവൻ എഴുന്നേക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? എന്നാൽ കപ്പർന്നഹൂമിലെ വീടിന്റെ മേൽക്കൂര പൊളിച്ചിറക്കുമ്പോൾ ആ 4 പേർക്കറിയാം യേശുവിന്റെ മുമ്പിൽ വന്ന ഇതെന്തെങ്കിലും സംഭവിക്കും. Nobody ever believed that the man at the pool for 38 years would ever walk, or the man who was brought down through the roof would ever walk, but they never believed what they were going to see. Hallelujah. Hallelujah. യേശു അമ്മാരെ നോക്കിയിട്ട് അമ്മാരുടെ വിശ്വാസം, കിടക്കുന്നവന് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, ഇവന്റെ അപ്പനും അമ്മയ്ക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, പക്ഷെ താഴോട്ട് ഇറക്കുന്നവന്മാരുടെ വിശ്വാസം നോക്കിയിട്ട് യേശു പറഞ്ഞു കിടക്കെടുത്ത് വീട്ടിൽ പോടാന്ന് പറഞ്ഞു. The one who was on the bed did not know how to pray or have faith. Jesus saw the faith of the സൃഷ്ടികർത്താവിനെ ചലിപ്പിക്കുന്നതായിരിക്കണം നിന്റെ ആമേൻ വിശ്വാസം.
Your faith should move the Creator. എന്ന് പറഞ്ഞാൽ നീ ആമേൻ ഹല്ലേലൂയ അവന്റെ വിശിഷ്ടമാർന്നിരിക്കുന്ന മഹത്വത്തിലാണ് തൊടാൻ പോയത്. You should go touch that great glory. പഴയ നിയമത്തിൽ വലിയ പ്രശ്നമുണ്ട്, മഹത്വത്തെ തൊടാൻ ആരും സമ്മതിക്കത്തില്ല. Old Testament you couldn't touch the glory. You cannot play with his glory. You can't. നിനക്ക് അവന്റെ മഹത്വത്തിനെ തൊട്ട് കളിക്കാനൊന്നും നോക്കത്തില്ല. In the Old Testament you were not allowed to play യെശയ്യാ with his glory. 42:6 പറയുകയാണ് ഹല്ലേലൂയ ഞാൻ എന്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. Isaiah 42:6 says I will give my glory to no one. ഒരുത്തനും അതേലങ്ങ് തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ല. I won't allow anyone to touch my glory. എന്നാൽ പുതിയ നിയമസഭ യേശു വന്ന് കഴിയുമ്പോൾ പറയാണ് എന്റെ മഹത്വം നിന്റെ അകത്ത് വെക്കാൻ എന്റെ ആഗ്രഹം, അതുകൊണ്ട് പറയുന്ന മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ അകത്ത് ഇരിക്കുന്നു. In the New Testament God says I would like to place my glory in you, and that's why the hope of glory Christ is in you. അവൻ അവിടെ ഈ നിയോഗിക്കപ്പെട്ട ഒരു ഹൈ പ്രീസ്റ്റ് ഉണ്ട്, അയാൾക്കല്ലാതെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. There was a high priest appointed who alone could go into എന്നാൽ and see the glory. ശ്രേഷ്ഠ മഹാപുരോഹിതനായി യേശു വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ എല്ലാം പുരോഹിതന്മാരാക്കി. But when the high priest Jesus came, we all became high priests. ഒന്ന് പറയാം, അടുത്തിരിക്കുന്ന ആളോട് പറയാം, അച്ഛനാണെന്ന് അച്ഛൻ അറിഞ്ഞില്ല അച്ഛാന്ന് പറ. You are a priest. Tell the person next to you. നിങ്ങൾ വിളിക്കുന്ന പറഞ്ഞാൽ അച്ഛക്ക് വള്ളിയൊന്നും ഇടണ്ട, അച്ഛാന്ന് തന്നെ വിളിച്ചോ. പ്രീസ്റ്റ് അല്ലേ, പ്രീസ്റ്റ്. അച്ഛനാണെന്ന് അറിയത്തില്ലായിരുന്നു അച്ഛോ. Call the person next to you as a priest. I didn't know you were a priest. പറഞ്ഞായിരുന്നു അച്ഛോ, എന്റെ അച്ഛോ പറയച്ചാ അപ്പൊ എന്നെ നണ്ട് നോക്കി കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. അടുത്തിരിക്കുന്നത് ആരാ പറ, അമ്മ മോളോട് പറ, അച്ഛനാന്ന് അറിയത്തില്ലായിരുന്നു അച്ഛോ എന്ന് പറ. ഞാൻ വിചാരിച്ചു അച്ഛയാന്നാ വിചാരിച്ചു. നമ്മുടെ എല്ലാം റോയൽ പ്രീസ്റ്റ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ, നമ്മളെ അവൻ ആക്കി പറഞ്ഞ സാധാരണഗതിയിൽ കുപ്പായി വിടുന്ന അച്ഛന്മാരല്ല ആക്കിയത്, റോയൽ പ്രീസ്റ്റ്ഹുഡ്. We came to the category of royal എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജകീയ പുരോഹിത വർഗമാക്കി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അച്ഛൻ എന്ന് പറയുന്ന മോനെ ഒന്ന് ചെയ്യാമോ എന്ന് ചോദിക്കാൻ നിനക്ക് കമാൻഡിങ് പവർ ഉണ്ട്. ആമേൻ ഹല്ലേലൂയ. അവന്റെ മേലിരിക്കുന്ന ദുരാത്മാവിനെ പുറത്താക്കി യേശുവിന്റെ നാമത്തിൽ പോ എന്ന് പറയാനുള്ള അധികാരത്തോടു കൂടിയാണ് നിന്നെ അച്ഛനാക്കിയത്. God has given you a glory with authority to cast out sickness. സണ്ണിച്ച റൈസിലമ്മ, ഞാൻ നിങ്ങളോട് എപ്പോഴും പറയും, കുഞ്ഞിന്റെ ബലഹീനതയല്ല നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾ പറയും യേശുവിന്റെ നാമത്തിൽ ഇവനെ ബാധിച്ചിരിക്കുന്ന ദുരാത്മാവെ വിട്ടുമാറുക എന്ന് നിങ്ങൾ പറഞ്ഞ് 11 പ്രാവശ്യം പറഞ്ഞിട്ട് നടന്നില്ല. 12ാമത്തെ പ്രാവശ്യം അവൻ സൗഖ്യമായ മഹത്വം ദൈവത്തിന്. Instead of focusing on the negativity or the sickness, you have to keep saying in Jesus' name, let the sickness leave, and it will happen. കുറച്ച് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു. The problem is we get tired after declaring few times. നമ്മൾ പറഞ്ഞ ആരെങ്കിലും പറയും ദൈവത്തിന് ചെവി കേൾക്കത്തില്ല, 2 പ്രാവശ്യം പറഞ്ഞല്ലേ ഇനി പറയണ്ടെന്ന് ആരെങ്കിലും പറയും. And then you say, I think God can't hear. ദൈവത്തിന് കേൾക്കാഞ്ഞിട്ടല്ല, ദൈവത്തിന് കേൾക്കാത്തത് കൊണ്ടല്ല, നമ്മുടെ അകത്തെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുക. It's not because God isn't here, He's increasing the faith that is in us. നമ്മുടെ വിശ്വാസം വർദ്ധിക്കുമ്പോൾ അതിലേക്ക് ദൈവം നോക്കുന്നുണ്ട്. ദൈവം പറയും ഇപ്പൊ കൊള്ളാം, ഇപ്പൊ അവനോ ഏതാണ്ട് ഓർമ്മ അല്ല നീ പിഴച്ചു. And then when our faith keeps increasing, at one point God says good, and now He will answer. നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങൾ നടന്നാണ്ടല്ലോ, പിന്നെ നമ്മളെ ആ വഴിക്ക് കിട്ടത്തില്ല. Without faith, if we pray, some things happen, we get spoiled. അന്നേരം നമ്മൾ നന്ദി എന്ന് പറഞ്ഞു നമ്മൾ നമ്മുടെ പണിക്ക് പോകും, വേറെ പണിക്ക് പോകും. You just say thank you and you go your way. You ask me, എന്നോട് ചോദിക്കും, ഞാൻ എത്രയോ പേരെ കണ്ടിരിക്കുന്നു നന്മകൾ ലഭിച്ചു കഴിയുമ്പോൾ അവരവരുടെ പാടണു. I know so many people after receiving a blessing, they I just don't have quit. any regret. എനിക്ക് അത് ഓർത്തിട്ടൊന്നും മനസ്താപങ്ങളൊന്നും ഇല്ല. പക്ഷെ ഞാൻ കണ്ടതാണ്, നന്മ ലഭിച്ചു കഴിയുമ്പോൾ അവനെ പിന്നെ അവൻ പോയെടുത്ത് പുല്ലും പൂടയില്ല. I have seen so many after receiving a blessing, they just don't turn back. അവരാരും ജീവിതത്തിൽ നന്നായി വരുന്നത് ഞാൻ പിന്നെ കണ്ടിട്ടുമില്ല. I've never seen the ഇത് prospering again. കർത്താവിനോട് ഒന്നിച്ചിട്ടുള്ള ഒരു നടപ്പാണ്, ഒരു വാസമാണ്. ഇവിടെ അച്ചടക്കപൂർവമായിരിക്കുന്ന ഒരു പുരോഗമനം ഉണ്ടാകും. This is a walk with the Lord, and this in a disciplined way there will be a progress step by step. ഇത് ഭവനത്തിനകത്ത് മഹത്വം വെളിപ്പെടുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. കാര്യം നിന്റെ ഒരു കൊച്ചു കാര്യം സാധിക്കും, നിന്റെ 1 ലക്ഷം രൂപയുടെ കടം മാറ്റുന്ന കാര്യമൊന്നുമല്ല. ആ കടം മാറ്റുമ്പോൾ നിന്റെ വീട്ടിനകത്ത് മഹത്വം വെളിപ്പെടണം. I'm not talking about your debt of 1 lakh being paid. I'm talking about the glory being revealed in your house. അത് കഴിയുന്നോണ്ടേ കർത്താവ് ചോദിക്കുക, അതുകൊണ്ട് എനിക്കെന്താ ലാഭം? അന്നേരമാ നീ പറയേണ്ടത് 1 ലക്ഷം രൂപ കടം മാറ്റിയില്ല, എന്റെ രോഗം മാറ്റിയില്ല, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ കർത്താവിനായിട്ട് നിൽക്കുമെന്ന് പറയുന്ന കേൾക്കാനാ കർത്താവ് ആഗ്രഹിക്കുന്നത്. When your debt is gone, God will ask you a question, what is my benefit? And then you must say, Lord, because you
taken away my debt and my sickness, me and the Hallelujah. house will stand for you. That's what the Lord wants to hear. Hallelujah. That was my decision. അതായിരുന്നു എന്റെ തീരുമാനം. ഞങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കും, കർത്താവ് ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തുമെന്ന് ഞങ്ങൾക്കും മനസ്സിലായി. That is what we decided as a family, and we knew the Lord will take care of us. കർത്താവ് ഒരിക്കലും വഴിയിലിട്ടിട്ട് പോകുന്ന ആളല്ല. God never leaves you on the way. അതുകൊണ്ട് ഇത് ഹൗസ് എന്ന് പറഞ്ഞ ബെയ്ത്ത് എന്ന വാക്ക്, ബെയ്ത്ത് എന്ന് പറഞ്ഞ വീട്ടിനെ കുറിച്ച് സംസാരിക്കുന്ന, നിന്നെ വീടായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു. കാര്യം അവൻ നിന്റെ വീട്ടിനകത്ത് താമസിക്കുന്നത്. That's why he's talking about a bait, which is a house, because God sees you as a house. ദൈവം വസിക്കുന്ന മന്ദിരം, ഇത് വീടാണ്, ദൈവത്തിന്റെ വീടാണ്, ഇതിനകത്ത് മഹത്വം വെളിപ്പെടണമെന്ന്. This is the temple of the Lord, and glory has to be revealed in you. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ മാറിയേ ഒക്കത്തുള്ളൂ. That means the current situation has to change. ഇന്ന് എന്റെ ചെവി തുറന്ന് ഞാൻ കേൾക്കുകയാണ്, എന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുന്ന ദിവസമാണ്. യേശു എനിക്ക് നല്ലത് തരും. This morning I am opening my ears and hearing it. Jesus is changing my situation. Good things will happen to me. എന്റെ മുമ്പിൽ മഹത്വം നിൽക്കുകയാണ്. Because the glory is ahead of me. I have to step into that. അതിനകത്തോട്ട് കാലെടുത്ത് വെച്ച് കേറണം ഞാൻ. I need to step into that. എന്നുവെച്ചാൽ നിന്റെ ഉണക്ക്, നിന്റെ ഡ്രൈനെസ് മാറി, നിന്റെ ഉണക്ക് മാറി ഇപ്പോ വെള്ളം ഒഴുകാൻ തുടങ്ങി. Which means your dryness is gone, now the water is falling on Because you. he is the never trying fountain. ആമേൻ. ഒരിക്കലും വറ്റാത്ത ആമേൻ ഒഴുക്ക് നൽകുന്നവനാണ് അവൻ. Because he is a never drying fountain who keeps നിന്റെ വരണ്ട ഭൂമി, വിണ്ട് കീറി കിടക്കുന്ന ഭൂമിയെ നനച്ച് അതിനെയെല്ലാം കൂട്ടി ഇണക്കി അതിനകത്ത് ഫലപുഷ്ടമായിട്ടുള്ളത് അവൻ നൽകി തരുന്നവൻ മതിയായവനാണ്. He is the one who turns away the dry ground and make it fruitful. ആമേൻ. ഹല്ലേലൂയ. സ്വപ്നം കാണാൻ തയ്യാറാകണം. You should be ready to dream. പ്രത്യേകിച്ച് പ്രായമുള്ളവരോട് ഞാൻ പറയാം, ഇതിനകത്ത് പ്രായമായി ചിന്തിക്കുക, നിങ്ങൾ യു സ്റ്റാർട്ട് സീയിങ്, നല്ല സ്വപ്നങ്ങളെ കാണണം. Don't say that you are growing old. You must see good dreams. കുഞ്ഞുങ്ങളെ കുറിച്ച് നല്ല സ്വപ്നം കാണണം, കൊച്ചുമക്കളെ കുറിച്ച് നല്ല സ്വപ്നം കാണണം. See good dreams about your children and your ഇവൻ grandchildren. നശിച്ചു പോകത്തെ, ഇവൻ പഠിച്ചു പോകത്തില്ല, ഇവൻ ഒരിക്കലും ആ സ്വപ്നമല്ല നീ കാണും. അത് ഞാൻ വരണ്ട ഭൂമിയിലെ സ്വപ്നമാണ്. നീ നനവുള്ള സ്വപ്നങ്ങളെ, പരിശുദ്ധാത്മാവിൽ നനവുള്ള സ്വപ്നങ്ങളെ നീ കണ്ടു തുടങ്ങി, നിന്റെ ഭവനത്തിനകത്ത് മഹത്വം വെളിപ്പെടാൻ തുടങ്ങും. Don't say dry dreams that my children are going to perish, but say good dreams in the Holy Spirit. Hallelujah. That my children will prosper. ഈ വീട്ടിനകത്ത് പ്രായമുള്ളവരുണ്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങണം. If there are old people in this house, you must begin to see dreams. ഹല്ലേലൂയ. ഇവിടെ യൗവനക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ദർശനങ്ങളെ, വിഷൻസ് വരണം. ഇവിടെ ആമേൻ. ഹല്ലേലൂയ. നിനക്ക് അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ, നീ മക്കളെന്നുള്ള പദവിയിൽ നിൽക്കുകയാണെങ്കിൽ നീ ദർശനങ്ങളെ കാണണം, വിഷൻസ് ഉണ്ടാക്കണം. You must begin to see visions. പിള്ളേരുണ്ട്, കൊച്ചു പിള്ളേരോടൊക്കെ പറയണം, ഹല്ലേലൂയ, അവരോട് പറയണം, നീ പ്രൊഫസൈ ഓവർ മീ, നീ എന്നോട് പ്രവചിച്ചു എന്ന് പറഞ്ഞ് മോനെ കയറിയിരുന്ന് പ്രാർത്ഥിക്കുക, എന്നിട്ട് എന്നോട് പ്രവചിച്ചു പറ. You must tell your children to pray over me and prophesy over me. അവൻ എന്തേലും പറയുന്ന നീ ആരോടും പറയലടാ, പൊട്ടത്തരവാടാ, പറയരുത് അവനെ. എൻകറേജ് ഹിം. Encourage the little children to pray and prophesy. അത് വേദോസ്തവം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവന്റെ കാര്യമാണ് പറഞ്ഞത്. ചുമ്മാ അവരെ തെക്കും മടക്കും റീൽസും കണ്ട് നടക്കുന്നവന്റെ അവനെ കൊണ്ട് പ്രവചിപ്പിക്കരുത്, ഇവിടെ തുറച്ചു പോകും. I'm talking about children who are reading the word of God, not children who are watching reels. റീൽസും ഇതെല്ലാം കണ്ടോണ്ടിരിക്കുന്നവനോട് പ്രവചിക്കാൻ പറഞ്ഞ് അവൻ അതിനകത്തെ വല്ലതും പറഞ്ഞു ഏൽപ്പിക്കുക, അതോടെ നിന്റെ ചെവിയോട് അടിച്ചു പോകും. Don't tell a child who is addicted to reels, he will talk something from the reels. ഇതൊക്കെ വേദോസ്തവം വായിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ആരാധനയ്ക്കകത്ത് പങ്കെടുക്കുന്നവരോട് പറയാം, മോനെ ഇന്ന് നീ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരുടെ നീ എന്നോട് പ്രവചിക്കുക. Tell the child while you are worshiping, prophesy to me. എന്തോ സംഭവിക്കും? What will There happen? will be an overflow. ഒരു വലിയൊരു കവിഞ്ഞൊഴുക്ക് സംഭവിക്കും. What will happen? There will be an overflow. ആമേൻ. പേരൻസ്, ഞാൻ നിങ്ങളുടെ പിള്ളേരെ എൻകറേജ് ചെയ്യണം. അവരെ ആ ക്രിസ്തീയമായിരിക്കുന്ന ആ അഭിഷേകമുള്ള നിലവാരത്തിൽ അവരെ ശക്തിപ്പെടുത്തി നിർത്തണം. You must encourage your children to step into that anointing. അതിങ്ങനെ അപ്പനും അമ്മയും മാറിയിരുന്ന റീൽസ് കണ്ടോണ്ടിരിക്കുന്ന പിള്ളേരെങ്ങനെ ഇത് ചെയ്യുന്നത്? Parents are watching reel, what can the children do? അവര് വേറെ, അവര് ഇതിൻ്റെതായ രീതിയിൽ പോവുകയാണെങ്കിൽ they should see that you are praying. നീ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അവര് കാണണം, നീ ആരാധിക്കുന്ന അവര് കാണണം. Your children must see you praying and worshiping. അതാ ഒരു മിനിസ്റ്റർ ആയി കഴിഞ്ഞുള്ള ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. മിനിസ്റ്റീരിയൽ വർക്ക് ചെയ്യുന്നില്ലേ, അത് കാണുന്ന പറഞ്ഞ പിള്ളേർക്ക് മനസ്സിലാവും, എന്റെ അപ്പയും അമ്മയും എങ്ങനെ നിൽക്കല്ലേ, പിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോകാനാന്നുള്ള ചിന്ത വരും. നീ ഒരു ലേമാനായിട്ട് ഒന്നും ചെയ്യാത്ത ചുമ്മാ വെറുതെ ഞായറാഴ്ച ഇറച്ചി വന്നിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നവൻ, അതേ പിള്ളേരുന്നുണ്ട് അങ്ങനെ നിൽക്കും. That is the greatest advantage of being in ministry. The children will see their parents doing ministry and they will follow that path. Your children seeing that you are sleeping in the church. സഭയ്ക്കകത്ത് വന്നിട്ട് നിങ്ങൾ ഉറങ്ങുന്നതായിട്ട് നിങ്ങളുടെ പിള്ളേർ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പിള്ളേർ അതിൻ്റെ അപ്പുറത്തോട്ട് മാറിയിട്ട് അവർ ഉറങ്ങും.
If you are sleeping in the church, your children will also sleep മൊത്തം in the ഉറക്ക church. കുടുംബം എന്ന് പറയും. ഉറക്ക കുടുംബത്തെ കുറിച്ചല്ല, മഹത്വമുള്ള കുടുംബത്തെ കുറിച്ചായി I'm പറയുന്നത്. talking about a family full of glory, not a sleeping family. Because you are burdened with so many scriptures. ഇപ്പൊ നാളുകൾ കുറച്ചായില്ലേ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വചനങ്ങൾ വാക്യങ്ങളെല്ലാം കേട്ടിട്ട് പറയും നിങ്ങൾ കേട്ടാ നടക്കത്തില്ല, ഇങ്ങനെ ഒന്നും നടക്കാൻ പോകുന്നില്ല. You have heard so many scriptures and you know so many verses and then you say nothing is going to happen. നിങ്ങൾ വാക്യം കാണാതെ പഠിച്ചു, അതിനകത്ത് മഹത്വം ഇരിപ്പുണ്ട്. You learn the verses by heart, not realizing there's glory in it. തലവാരത്തിലേക്ക് നീ മാറിയില്ല. Come to a level of operating the glory in the words. സങ്കീർത്തനം 126 സങ്കീർത്തനത്തിന് 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. Psalm 26, 1-6. കർത്താവ് സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. കർത്താവ് അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നുവെന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു. കർത്താവ് ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. കർത്താവെ, തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തേണമേ. കണ്ണുനീരോടെ വിധിക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചുകൊണ്ട് നടക്കുന്നു, കറ്റ് ചുമന്ന് ആർത്തും കൊണ്ട് വരുന്നു. ഒന്നാമത്തെ വാക്യം തൊട്ട് കാണിച്ച് നമ്മളെ ഇവിടെ സ്ക്രീനിൽ കാണിച്ച ഒന്നാമത്തെ വാക്യം ശ്രദ്ധിച്ച് ഈ സങ്കീർത്തനം എന്ന് പറയുന്നത് തന്നെ ആരോഹണ ഗീതം എന്ന് അതിന്റെ മേളിൽ എഴുതി വെച്ചിരിക്കുന്നു അല്ലേ? ആരോഹണ ഗീതം. This song is a song of ascents. Song of ascents എന്ന് പറയാം, song of decrease എന്ന് പറയാം. ഈ എബ്രായ വാക്ക് മഅലോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറി പോകുന്നവർ പണി. പീപ്പിൾ ഹു ആർ ഗോയിങ് അപ്പ്, മുകളിലേക്ക് പോകുന്നവർ, ദൈവത്തിങ്കലേക്ക് നടന്ന് കയറുന്നവൻ പാടേണ്ട പാട്ടാണ്. This is a psalm for those who are going up to the Lord. 120 തൊട്ട് 134 വരെ സങ്കീർത്തനം പഠിക്കാനിരുന്നപ്പോൾ നിങ്ങൾ കേട്ട് കാണും. 120 തൊട്ട് 134 വരെ സോങ് ഓഫ് അസെന്റ് ആണ്, സോങ് ഓഫ് ഡിക്രി എന്ന് പറയും. ആരോഹണ ഗീതങ്ങളാണ്. 14 120 തൊട്ട് 15. Psalms 120 to 134 are psalms of ascent, going up psalms. ഇതിന്റെ അർത്ഥം എന്താ? drawing near to God, ദൈവത്തിങ്കിലേക്ക് കയറി ചെല്ലുന്നവൻ പാടിക്കൊണ്ട് കയറി പോവുക. This is a song of those who go near to the presence of God. നമ്മൾ നാണിക്കണം ചില കാര്യങ്ങൾ കാണുമ്പോൾ. ശബരിമലയിൽ മല കയറി പോകുന്നവൻ ശരണം വിളിച്ച് കയറി പോകുന്ന കണ്ടിട്ടില്ലേ? അവൻ ഇത് പാലിക്കുന്നു. നമ്മളോ? Haven't you seen people going up to Shabarimala telling the name of their God and going up? We should be ashamed about how we come to the house of God. അവന്റെ വ്രതം, അവന്റെ ഡ്രസ് കോഡ്, അവന്റെ 40 ദിവസത്തെ മാലയിടിയിൽ, അവൻ നടത്തുന്ന ആചാരങ്ങൾ, ആ വലിയ ഫ്രിഡ്ജിലെ വെള്ളത്തെക്കാൾ തണുപ്പുള്ള ആ പമ്പാ നദിയിൽ അവിടെ ചെന്നിട്ട് അവനകത്ത് ഇറങ്ങുക എന്ന് പറയുന്ന അവന്റെ മനസ്സ് എന്തോരം കൺട്രോൾ. നമ്മൾ ഈ കർത്താവിനെ ആരാധിക്കാൻ ഇറങ്ങിയിട്ട് യു ഫെയിൽഡ്, തോറ്റുപോകുക പലപ്പോഴും. We must appreciate the kind of fast, kind of rituals a person who goes to Shabarimala undergoes for 40 days, finally taking bath in the cold Pamba river water. We know the Lord, but we are so indisciplined. അവന്റെ ഉടുത്തോണ്ട് പോകുന്ന തുണിയുടെ അവൻ കളഞ്ഞേച്ചാ വരുന്നത്. നമ്മളെ അത് പോയി പറക്കിക്കൊണ്ട് വരും. പിന്നെ he even lets go of the clothes he wears and goes up. Because അവന് മനസ്സിലായത് കയറി പോകുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ ഒത്തിരി സാധനങ്ങൾ കളയാൻ അവൻ ആഗ്രഹിക്കുന്നത്. When he goes up, he wants to shed off certain things in his life. തിരിച്ചു വന്നിട്ട് അവനിത് ഈ ജീവിതം നയിക്കാൻ അവന് കർത്താവിനെ അറിയത്തില്ല. അതാണ് അവന്റെ ഏറ്റവും വലിയ പരാജയം. അവൻ ആ കർത്താവിനെ കൊടുക്കേണ്ടത്. He doesn't know the Lord, but he wants to live a better life. See, അങ്ങനെ തീഷ്ണതയോടെ നിൽക്കുന്നവന്റെ അകത്തേക്ക് കർത്താവ് വന്നാ ഉണ്ടല്ലോ, ഹല്ലേലൂയ, അവൻ ആ കർത്താവിനെ കൊണ്ടൊരു വലിയ പ്രവൃത്തി തന്നെ ചെയ്യും. Such people who are zealous, when they come to know the Lord, God will do great things through them. ആരോഹണം എന്ന് പറയുന്നത് ഇപ്പം പ്രവാസത്തിൽ കിടക്കുന്നവർ വലിയ രാജാവ്, അന്നത്തെ ബാബേൽ പ്രവാസം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജാവിന്റെ അടിമകളായി കിടക്കുന്നവരായി വരും. These people were in captivity under Babylon. അവർക്കറിയത്തില്ല എങ്ങനെ പുറത്തു പോകുന്നു, അവർക്കറിയത്തില്ല. They didn't know how to come out of it. സാധ്യതകൾ ഇല്ലാത്തപ്പോഴാണ് ദൈവത്താൽ ചിലത് സംഭവിക്കുന്നത്. When there was no possibility, God does a miracle. അതിന്റെ അർത്ഥം എന്ന് പറയാം, they went down for to the bondage, അല്ലെങ്കിൽ സ്ലേവറിക്കകത്തേക്ക് അവർ ഇറങ്ങിപ്പോവരെ ഇപ്പോൾ അവർ നേരെ തിരിച്ചു ദൈവത്തിലേക്ക് കയറി വരുന്നവരാ.
Once they went down into bondage and captivity, but then now they are coming back up again. ആമേൻ. അതുകൊണ്ട് പറയുന്ന മടക്കി വരുത്തി, ഒന്നാമത്തെ വാക്യം ശ്രദ്ധിച്ച്, മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. They couldn't believe that the Lord turned again the captivity of Zion. It was like a dream. They couldn't believe. ഇത് നടന്ന് കയറി പോകുമ്പോൾ when you nearing God, ദൈവത്തിങ്കിലേക്ക്, മോനെ ഇവിടെ വന്നിരുന്നേ രണ്ടുപേരും, you come and sit here. ഈ നടന്ന് കയറി പോയെങ്കിൽ മാത്രമേ ദൈവിക നന്മകളെ കാണാൻ പറ്റത്തുള്ളൂ. Unless you go up, you won't be able to see the goodness of the Lord. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഇത് ദൈവത്തിങ്കിലേക്ക് നടന്ന് കയറുന്ന മാർഗത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ വിശ്വസിക്കണം. You must believe that you are in a way where you go up to the Lord. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ അവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തോ ഇത്? They couldn't believe their eyes. നിങ്ങൾ യേശു കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വന്നിട്ട് എത്ര നാൾക്ക് നിങ്ങൾ എന്ത് കണ്ടു? You have been in relationship with the Lord. What have you കണ്ടവരാണ്. seen? നിങ്ങളുടെ കണ്ണുകളിൽ നോക്കിയാൽ മനസ്സിലാവും നിങ്ങളുടെ കണ്ണുകൾ സ്വപ്നം കണ്ടവരെ പോലെ ഇരിക്കും. Your eyes should be that of those who have dreamed. And your eyes will speak His majesty. അവന്റെ മഹത്വത്തെ നിന്റെ കണ്ണുകളിൽ നോക്കിയാൽ അറിയാൻ പറ്റും. His majesty will be spoken through your eyes. Hallelujah. Hallelujah. നിന്റെ കണ്ണിനകത്തോട്ട് നോക്കിയാൽ അറിയാം നീ ആരാണെന്ന്. Looking at your eyes, you will know who you are. നിന്റെ കണ്ണുകൾ സംസാരിച്ചു തുടങ്ങി ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച്. Your eyes will begin to speak of the glory of the Lord. അവൻ ആ കണ്ണുകളിൽ അവൻ കയറി പോകുമ്പോൾ എന്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. And then as he goes up, he says, nothing is impossible with my God. രണ്ടാമത്തെ വാക്യം ശ്രദ്ധിച്ചു. അതങ്ങോട്ട് അവരത് ആ സ്വപ്നം കണ്ടു തുടങ്ങിയപ്പോഴത്തേക്ക് അവരുടെ വായിൽ ചിരി ഉണ്ടാകാൻ തുടങ്ങി. And there was laughter in their mouth. ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ ചിരിയാണ്. അവരുടെ അകത്ത് ആഹ്ലാദം, സന്തോഷം എല്ലാം അണപൊട്ടി ഒഴുകാൻ തുടങ്ങി. They were filled with joy and gladness, and they began to laugh. അവരുടെ നാവിന്റെ മേൽ ആർപ്പാണ്. ആർപ്പോ ഹീറോ ഹീറോ എന്ന് പറയുന്നത് കേട്ടില്ലേ? Their tongue was filled with shouts and singing. Today you have to say arpo hero hero, and that is Jesus. Today you have to shout and say, my hero is Jesus. ഇവിടെ ആർപ്പോ എന്ന് കേട്ട് കഴിഞ്ഞ ഉടനെ I have a hero, Jesus is my hero. When you hear shouts, you must say, I have a hero who is When Jesus. I was hero, he made me a hero. Amen. Hallelujah. ഒന്നുമില്ല, വട്ടപൂജ്യമായി കിടന്നപ്പോൾ അവനാണ് എനിക്ക് സകലം തന്നത്. എന്റെ വായിൽ ചിരി വരാതിരിക്കും, എന്റെ നാവിൽ ആർപ്പ് വരാതിരിക്കുമോ? When I was a big zero, he gave me everything. How can I not shout about him? അത് കേൾക്കുന്നവർക്ക് മനസ്സിലാകും കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്തേക്കുന്നത്. And those who hear will know എടാ the Lord മോനെ, has done നീ great things. ആരാധനയ്ക്കകത്ത്, കുഞ്ഞുങ്ങളെ നിങ്ങൾ ആരാധനയ്ക്കകത്ത് നിന്ന് നിങ്ങളുടെ പെരുമാറ്റം കാണുമ്പോൾ, നിന്റെ റെസ്പോൺസ് ടു ദ വർഷിപ്പ് കാണുമ്പോൾ അറിയാം ദൈവം നിന്റെ ജീവിതത്തിൽ നന്മകളെ ചെയ്തോ ഇല്ലയോ എന്ന്. Looking at the way you respond to worship, you can make out whether God has done good things in your And you life. will always have that sounds of joy. നിന്റെ അകത്ത് sound of joy will come. And you will always have sounds of joy in your mouth. Because you are spiritually elevated. നീ ആത്മീയമായി ഉയർത്തപ്പെട്ട വ്യക്തിയാണ്. Because you are spiritually elevated, you ഞാൻ will അതുകൊണ്ട് worship. പറയുന്നത് സമയത്തിന് മുമ്പേ വരുന്നതാണ് നിന്റെ സ്പിരിച്വാലിറ്റി എന്ന് ഞാൻ പറയും. I would say coming ahead of time for worship is your spirituality. എപ്പോഴേലും വന്നാൽ മതി എന്ന് വിചാരിക്കുന്ന താഴോട്ട് ഇറങ്ങി പോകുന്നത്. Those who think I can come anytime are going ഒരു പക്ഷെ down ഞാൻ ഇങ്ങനെ spiritually. സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ചീത്ത പറയുന്നവർ തോന്നി, എന്നാലും എനിക്ക് കുഴപ്പമില്ല. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ബിഫോർ ടൈം, സമയത്തിന് മുമ്പേ എത്തി, അത് തുടങ്ങുന്നതിന് മുമ്പേ അതിന്റെ ഭാഗമായി ഇരുന്ന് കർത്താവേ ഇന്ന് എന്റെ ജീവിതത്തിൽ നിന്നിലേക്ക് ഉയർന്നു വരുവാനുള്ള വഴിയെ നീ കാണി. ഞാൻ ഒന്നും അറിയാൻ വയ്യാത്ത ഒരാളാണ്, എന്റെ ജീവിതത്തിനകത്ത് ഒന്നും സംഭവിക്കുന്നില്ല, പക്ഷെ നിന്റെ വഴി ഒന്ന് കണ്ടാൽ എനിക്ക് ഇടയായാൽ ഞാൻ നിന്നെ പോലെ മഹത്വത്തിൽ ഇരിക്കുമെന്ന് നീ പറയും. Those who come early will have an attitude that, Lord, I don't know, but I want to see your glory. I want to be like you. അതുകൊണ്ടാണ് പറഞ്ഞത് വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ സംസാരം ഉണ്ടാവും. It will be spoken of among the Gentiles that the നിങ്ങൾ Lord എവിടെ has done great താമസിക്കുന്നത്, things. where you live, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന് ചുറ്റും സംസാരം ഉണ്ടാകും. Wherever you live, there will be people speaking about what the Lord has done. എനിക്ക് I get so many calls. പലരും എന്നെ വിളിച്ച് ചോദിക്കും, റോണി പാസ്റ്റർ ആണെന്ന് ചോദിച്ച് സംസാരിക്കും. ആരാൻ ചോദിക്കുന്നുണ്ടെങ്കിൽ പറയും വേറൊരാൾ അവിടെ എനിക്ക് നമ്പർ തന്നാന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കും. I get many calls from people referred by other people. അവരോട് ചോദിക്കുന്നുണ്ട് അവരുടെ പ്രശ്നം. ഞാൻ ചോദിച്ചു നിങ്ങളുടെ ഇവിടെ ആരും പാസ്റ്റർമാരൊന്നുമില്ല. ഓ ഞങ്ങളുടെ പാസ്റ്ററിനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പറയും. So then I asked them, don't you have pastors ഞാൻ in your പറഞ്ഞു place? പിന്നെ എന്നോട് പറഞ്ഞ വല്ല കാര്യം ഉണ്ടോ? അല്ല, ഞാൻ കേട്ടു പാസ്റ്ററിനോട് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടുമെന്ന്. And then they say, we have heard that we will get an answer. നിനക്കല്ലേ എന്നോട് പറയാൻ when we speak to ബുദ്ധിമുട്ട്, you. നാട്ടുകാരെ കൊണ്ട് കർത്താവ് ചെയ്യിപ്പിക്കും.
Maybe you have a problem coming to me. God will send others to നീ മൂടി see. പൊതിഞ്ഞു വെച്ച് നീ തന്നെ താൻ വീട്ടിലിരുന്നോണ്ടെല്ലാം സെറ്റ് ചെയ്യാമെന്നല്ലേ വിചാരിക്കുന്നത്. കർത്താവ് ആൾക്കാരെയൊക്കെ തരുമെന്നേ. God will send people to me. ഹല്ലേലൂയ. ആൾക്കാരുടെ ഇടയിൽ അറിയിക്കും. നീ എഴുന്നേറ്റ് നിൽക്കുന്നല്ലേ, അറിയിക്കും. People, God will make it known among others. ഞാനന്ന് രാവിലെ കുപ്പായം ഇടാതെ ഈ നമ്മുടെ ഹോസ്പിറ്റലിലെ മോർച്ചറിയിലോട്ട് പോയത്. കുപ്പായം ഇട്ടിട്ടില്ലായിരുന്നു. Today I did not wear the robe and went to the hospital. മാരാമൺ പള്ളിയിലെ അച്ഛൻ അവിടെ വന്നത് പ്രാർത്ഥിച്ച് ബോഡി കൊണ്ടുപോകാൻ വേണ്ടി. So the priest from Maraman church came to അച്ഛൻ കുറേ നേരം ഉണ്ട് എന്നെ നോക്കുന്നു. Achan looked at me for a അച്ഛൻ while. നോക്കുമ്പോഴല്ല ഞാൻ ഇന്ന് ചിരിക്കുമായിരുന്നു. I was smiling at him. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇങ്ങോട്ട് വന്നേച്ച് കൈ വെച്ച് പറഞ്ഞു, അച്ഛൻ ഏത് ഇടവകയിലാന്ന് ചോദിച്ചു. After some time he came and said, Acha, which church? ചേട്ടത്തി ഒന്നും പറയുന്നും വേണ്ട, ഞാൻ കുപ്പായിട്ടില്ലെന്നേ ഉള്ളൂ, കണ്ടാ എനിക്കൊരു അച്ഛൻ്റെ ലുക്കൊക്കെ ഉണ്ട്. Although I didn't wear a robe, I look like a priest. ഞാൻ പറഞ്ഞു ഏത് ഇടവകയാന്ന് ചോദിച്ചാൽ എല്ലാ വകകളുടെ ഒരു ഇടയിൽ നിന്നിരിക്കുന്ന ഒരാളാ. ഞാൻ പ്രത്യേകിച്ച് ഇടവക, I don't belong to a particular പല parish. വകയുടെ ഇടയിൽ ഇരിക്കുന്ന ഒരാളാ, അതാ ഇടവക. I belong to a group of people. ഞാൻ പറഞ്ഞു കഴിഞ്ഞ അച്ഛൻ പറഞ്ഞു, അയ്യോ കണ്ടതിൽ പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. I am very glad. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മത്തോമയിലെ അച്ഛന് ഒരു പാസ്റ്ററിനെ പരിചയപ്പെട്ടിട്ട് സന്തോഷമുണ്ടെന്ന് പറയുന്നത്. First time I'm hearing a Marthoma priest meeting a pastor and saying, I'm glad I അച്ഛന് met സന്തോഷം, you. എനിക്കും സന്തോഷം. Both of us were glad. ആ ജാതികളുടെ ഇടയിൽ നിന്നെ കുറിച്ച് നല്ലത് പറയുമെന്നേ. God will speak good, നീ വിചാരിക്കുന്ന ആൾക്കാരൊന്നും അറിഞ്ഞില്ലെങ്കിലും കർത്താവ് പറയിപ്പിക്കും. God will make others speak good things about ഇന്ന് you. ആഗ്രഹിച്ചോണം ഇന്നത്തെ ദിവസം നിന്നിലെ മഹത്വം മറ്റുള്ളവർ ദർശിക്കും. Others should see the glory that is in you. മുമ്പിലുള്ള മഹത്വം കാണാൻ നീ തയ്യാറാണെങ്കിൽ കർത്താവ് നിന്നെ കാണിക്കാൻ തയ്യാറാണെന്ന്. Are you able to see the glory that is ahead of you? If you have that much urge in you, നിന്റെ അകത്ത് അത്രയും ഒരു ദാഹം, ഒരു എരിവുണ്ടെങ്കിൽ കർത്താവ് നിന്നെ കാണിക്കും. If you have that much of an urge, God will show you. ഹല്ലേലൂയ. ഇങ്ങനെ നിൽക്കോ കർത്താവ് എനിക്ക് കണ്ടേ പറ്റത്തുള്ളൂ, ഇന്നത്തെ ദിവസം അടുത്ത സെക്കൻഡ് എനിക്ക് കണ്ടേ പറ്റത്തുള്ളൂ പറഞ്ഞ കർത്താവ് പറയും, കാണാ മോനെ എന്ന് പറയും, കാണാ. If you have the thoughts that I need to see it this moment, Because He that will is show you. within you. നിന്റെ അകത്ത് തന്നെ ആ മഹത്വം ഇരിപ്പുണ്ട്. Because that glory is in you. ഹല്ലേലൂയ. Hallelujah. ഈ ചെവിയും ഈ കണ്ണും തമ്മിൽ എത്ര അകലമുണ്ട്? What is the distance between your eyes and 4 your fingers. ears? 4 fingers. അല്ലേ? Probably 4 4 fingers. fingers. ഡിസ്റ്റൻസിലാണ് ഇതിരിക്കുന്നത്. ഇതിനെ വചനം കേട്ടാൽ നിന്റെ ഈ കണ്ണല്ല, നിന്റെ അകക്കണ്ണിൽ കൂടി. When you hear the word, your inner eyes will be opened. മാത്രമല്ല നിന്റെ ഈ കണ്ണിൽ കൂടി വാസ്തവമായി ദൈവമഹത്വം കാണും. And through these eyes also you will see God's glory. ഒരിടം കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞത് അകക്കണ്ണുകൊണ്ടാണോ കണ്ടത്? The blind saw with his naked ചെവിടം eyes. കേട്ടെന്ന് പറഞ്ഞ അകക്കണ്ണുകൊണ്ടാണോ കേട്ടത്? The deaf heard with his own eyes. സ്വന്തം കണ്ണുകൊണ്ട് കാണും അല്ലേ? ഈ വചനം നീ കേട്ടാൽ നിന്റെ ഈ 4 വിരലിന്റെ ഇപ്പുറത്തിരിക്കുന്ന കണ്ണുകൊണ്ട് നീ കാണും. If you hear the word, you How many will of you are see ready? with your ഇന്ന് eyes. എത്ര പേർ ആഗ്രഹിക്കുന്നു വചനം നീ കേട്ടാൽ നിന്റെ 4 വിരലിന്റെ അപ്പുറത്തിരിക്കുന്ന ഈ കണ്ണുകൊണ്ട് നീ അത്ഭുതം കാണും. If you hear the word, you will see miracles with your eyes. അപ്പൊ അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ കണ്ണും കാതും എല്ലാം യേശുവിന്റെ രക്തത്തെ കഴുകണം. That's why every day morning wash your eyes and ears with your കർത്താവേ, blood of അങ്ങയുടെ Jesus. വചനത്തിന്റെ ശക്തിയാൽ എന്റെ ഹൃദയങ്ങളെ കഴുകണം, എന്റെ ചിന്തകളെ കഴുകണമേ. അതുകൊണ്ട് എന്റെ കണ്ണുകൾ കൊണ്ടത് കാണുവാൻ എന്നെ ഇടയാക്കണമേ. എന്റെ കണ്ണുകളും ഞാൻ കഴുകുന്നു. Every day wash your ears and eyes with the blood of Jesus. Lord, enable me to hear and see. എല്ലാം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ഇന്ന് ആരെങ്കിലും അങ്ങനെ ഇരിപ്പുണ്ടെങ്കിൽ ദൈവമഹത്വം നിനക്ക് ലഭിക്കും, ഉറപ്പാ. Anybody who sees that you've lost something, God's glory is going to be revealed. ആമേൻ. ചിലർക്ക് മഹത്വം നഷ്ടപ്പെട്ടു പോയി, കുറച്ചു നാൾ നഷ്ടപ്പെട്ടു പോയി അല്ലേ? ഇസ്രായേൽ മക്കൾ ഇറങ്ങി പ്രവാസത്തിൽ കിടക്കുക, നഷ്ടപ്പെട്ടു പോയി. The children of Israel were in captivity, lost their glory. പക്ഷെ കർത്താവ് മടക്കി വരുത്തും. God is bringing you back. ഇന്ന് മടങ്ങി വരവിന്റെ ദിവസമായിട്ട് Today is the day of coming back. Listen, take it from me. നിനക്ക് നഷ്ടമായിട്ടുണ്ട്, ദൈവം അത് മടക്കി തരും. If you have lost, God is going to bring it back. ഇത്രയും നാള് നീ ആമേൻ ആരാധനയ്ക്കകത്ത് ചാടിയും തുള്ളിയും നിന്നതേ ഉള്ളൂ, പ്രസംഗം കേട്ടതേ ഉള്ളൂ, ഇതൊരു മഹത്വം കേട്ടില്ല. ഇന്നെന്ന് പറയുന്ന ദിവസം ഹല്ലേലൂയ, you have never seen it, you have to see it. നീ കണ്ടേ ഒക്കത്തുള്ളൂ. Until now you were in the worship, but today you must see that glory which you've never seen before. ഈ മഹത്വം കാണണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ബേസിക് ആയിട്ട് മഹത്വം കാണാൻ നമുക്ക് എന്ത് വേണം? What do you need to see glory? സദൃശ്യവാക്യം 3-ാം അധ്യായത്തിന് 35-ാം വാക്യം ശ്രദ്ധിക്കാം. Proverbs 3:35. ആരാണ് ഈ മഹത്വം കാണുന്നത്? Who sees glory? ജ്ഞാനികൾ ബഹുമാനത്തെ അവകാശമാക്കും. ജ്ഞാനികൾ ബഹുമാനത്തെ ബഹുമാനം എന്ന് പറയുന്ന വാക്ക് മലയാളത്തിൽ തെറ്റാണ്, മഹത്വത്തെ എന്ന. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന വൈ ഷാൽ ഇൻഹെറിറ്റ് ഗ്ലോറി എന്ന. അപ്പൊ ഈ ബഹുമാനം എന്നുള്ളിടത്ത് നിങ്ങൾ തന്നെ നിങ്ങളുടെ വേദോസത്തിൽ അതിനെ വേദോസം കൊണ്ടുവരാൻ പറയുന്നത്, വേദോസത്തിൽ കറക്റ്റ് ചെയ്തിട്ട് മഹത്വം എന്നാക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ വായിക്കുമ്പം റെസ്പെക്റ്റും ഗ്ലോറി എന്ന് പറയുന്ന മഹത്വം രണ്ട് വർത്തമാനങ്ങൾ, 2 വാക്കുകളാണ്.
the two different words, respect and glory. In English version it says the wise shall inherit glory. ബട്ട് അടുത്തെന്ത് എഴുതിയിരിക്കുന്നത്? ഷെയിം ഷാൽ ബി പ്രൊമോഷൻ ഓഫ് ഫൂൾസ്. പോഷന്മാരുടെ ഉയർച്ചയോ അപമാനമാണ്. But the promotion of fools is shame. ബട്ട് ഷെയിം ഷാൽ ബി ദി പ്രൊമോഷൻ ഓഫ് ഫൂൾസ്. കണ്ടില്ലേ, പൊട്ടന്മാര് ബുദ്ധിയില്ലാത്തവന്മാർക്ക് എപ്പോഴും നാണംകേട് ഉണ്ടാകത്തുള്ളൂ. Which means those who are foolish will always be faced with shame. മഹത്വം എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ്, മഹത്വം എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് അപമാനം. The opposite of glory is shame. ഈ വാക്യത്തിനകത്ത് ഈ രണ്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ മഹത്വം എഴുതിയിട്ടുണ്ട്, അപമാനം എഴുതിയിട്ടുണ്ട്. മഹത്വത്തിന്റെ ഓപ്പോസിറ്റ് ആണ് അപമാനം. Opposite of glory is shame. അതുപോലെ തന്നെ മറ്റ് വ്യക്തികൾ എഴുതിയ വ്യക്തികളെ നോക്കിയാൽ അതിന്റെ നൗൺ ഫോം നിങ്ങൾ നോക്കിയാൽ ജ്ഞാനിയും പിന്നെ ആരാണ്? ജ്ഞാനിയുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ബുദ്ധിഹീനൻ. In the same way, look at the opposite of wise, it's a fool. ആമേൻ, ഹല്ലേലൂയ. മഹത്വം ആർക്ക് ലഭിക്കുന്നത്? ജ്ഞാനിക്കേ ലഭിക്കൂ. Who gets glory? The wise will get glory. If you operate everything in his wisdom, ദൈവത്തിന്റെ ജ്ഞാനത്തിന് അനുസൃതമായി നീ ഓപ്പറേറ്റ് ചെയ്താൽ നീ ദൈവത്തിന്റെ മഹത്വത്തെ ഓപ്പറേറ്റ് ചെയ്യും. If you operate in his wisdom, you will operate in his glory. നീ ലോകത്തിന്റെ ജ്ഞാനത്തിൽ നിന്റെ പോഷത്തരത്തിനകത്ത് ഓപ്പറേറ്റ് ചെയ്താൽ നിനക്ക് അപമാനമേ ഉണ്ടാകൂ. If you are going to operate in the wisdom of the world, you will have shame. 1 കൊരിന്ത്യർ 1-ാം വാക്യം ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം. എന്നാൽ ഇത് ആർക്കാ ദൈവശക്തിയായിട്ട് മാറുന്നത്? In 1 Corinthians it says the message of the cross is foolishness to those who perish, but to whom is it glory? നമ്മൾ ആ വിശ്വാസം എന്നുള്ള വാക്കെന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു അതല്ല പറയുന്നത്. ഇഫ് യു ഗോ ആഫ്റ്റർ ഇറ്റ്, നീ അതിന്റെ പിന്നാലെ പോയാൽ നിന്റെ ജീവിതത്തിനകത്ത് മഹത്വം വെളിപ്പെടും. Believe means you just go after it and you will see glory. അതുകൊണ്ട് കർത്താവ് എന്താ ചെയ്തു? ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ പോഷത്വമായി തെരഞ്ഞെടുത്തു. And that's why വാക്യം കാണീരോ? 1 കൊരിന്ത്യർ 19 വാക്യം കണ്ടില്ലേ? അവിടെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ആരെ തെരഞ്ഞെടുത്തത്? Whom did God choose to shame the wise? God chose Roni. റോണിയല്ല, ജീന. അവൻ ആരെയാ തെരഞ്ഞെടുത്തത്? നിന്നെ തെരഞ്ഞെടുത്തത്. God chose me. ആരെ ലജ്ജിപ്പിക്കുവാൻ? ലോകത്തിന്റെ ജ്ഞാനത്താൽ ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നവനെ ലജ്ജിപ്പിക്കുവാൻ ഒന്നും അറിയാൻ വയ്യാത്ത പൊട്ടിയായിരിക്കുന്ന നിന്നെ ദൈവം തെരഞ്ഞെടുത്തു. To shame the wisdom of the world, God chose you and me who are foolish. അവരെന്തോ ചെയ്യുന്നറിയാമോ? അവരുടെ ജ്ഞാനം കൊണ്ട് ദൈവത്തെ കണ്ടെത്താൻ അവർ ആഗ്രഹിക്കുക. They decide to see God with their own അവിടെ ചോദിക്കുക, wisdom. ജ്ഞാനി എവിടെ? താർക്കികനെടുക്ക. നീ ഭയങ്കര പുള്ളിയാ, നീ ആരാ? Where is the wise? Where are ശാസ്ത്രി, you? സ്ക്രൈബ്, ശാസ്ത്രി, വലിയ അറിവുള്ളവനാ. എന്തിയെ? ലോകത്തിന്റെ താർക്കികൻ എവിടെ? ലോകത്തിന്റെ ജ്ഞാനം ദൈവം പോഷകമാക്കി. The wisdom of the world was foolishness to God. എന്നിട്ട് പോഷനായ എന്നെ നിന്നെ ദൈവം ജ്ഞാനിയാക്കി. And then foolish like you and me, God made us ഈ വാക്യം വായിച്ച wise. കണ്ണുതുറന്ന് വായിച്ചേ. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായിക്കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗിക്കുന്നവന്റെ പോഷത്വത്തെ. ഞാൻ പറയുന്നത് മണ്ടത്തരമാണെങ്കിലും നീ ശ്രദ്ധയോടെ ഇരുന്നാൽ എന്റെ ആ ശബ്ദത്തിനകത്തൂടെ അവന്റെ മഹത്വം ഇറങ്ങി വരും. Which means that the wisdom of the God, the world by wisdom knew not, it pleased God by the foolishness of preaching to save them that believe. നിന്നെ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. കാര്യം നിന്റെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം നീ ആ വാക്കിനകത്ത് നീ ക്രിട്ടിക്കായിട്ടിരിക്കുകയല്ല. അതെങ്ങനെ ആണെന്ന് പറഞ്ഞു തെറ്റിപ്പോയല്ലോ, ഇങ്ങനെ അല്ലല്ല. നീ ഇരിക്കുന്നത് എന്തോ പറഞ്ഞാലും എന്റെ ദൈവത്തിന് എന്നെ ഇഷ്ടമാണ്, ഇതിനകത്ത് ഇരിക്കുക എന്നുള്ളതാണ് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിയോഗം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് നിന്നെ രക്ഷിക്കുവാൻ പ്രസാദം തോന്നിയിരിക്കുകയാണ്. It has pleased God to save you through the preaching because you are here with open ears. പ്രസാദം ലഭിച്ചവനെ എന്തോ വിളിക്കണം എന്നറിയാവോ? പ്രസാദം. പ്രസാദ് മനസ്സിലായോ? പ്രസാദിന് മനസ്സിലായോ? ഇത് ഇരിക്കുന്ന മുഴുവൻ പ്രസാദ. You all are pleased. ഹലോ, ഇരിക്കുന്ന മുഴുവൻ പ്രസാദാന്ന്. പ്രസാദ് കാര്യം ദൈവത്തിന് പ്രസാദം തോന്നിയവനല്ലേ? God is pleased with each one of us. പ്രസാദം തോന്നിയവനെ പിന്നെ പ്രസാദം എന്നല്ല പിന്നെന്താ വിളിക്കേണ്ടത്? And we call you Prasad. നമ്മൾ ഒരു കാലത്ത് പഠിച്ചു വെച്ചാൽ നമ്മൾ വലിയ പുള്ളിയാന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു ഒന്നുമില്ല, ഞാൻ തരുന്ന ജ്ഞാനം മതി, നീ വലിയ പ്രസാദായി കയറും. Don't think about how much you have learned. My wisdom is enough to make you great. 18ാമത്തെ വാക്യത്തിലോട്ട് വന്നേ. Come back to the 18th verse. ആമേൻ. 1:18 ക്രൂശിന്റെ വചനം. Preaching of the cross. നിങ്ങൾ നോക്കിയേ, വിസ്ഡം എവിടെ ആരംഭിക്കുന്നു? On the cross. Wisdom is on the cross. See, if you look up the cross, നീ അങ്ങോട്ടൊന്ന് നോക്കിയാൽ മതി. ആ കുരിശിലേക്കൊന്ന് നോക്കിയാൽ നിന്റെ ജ്ഞാനത്തിന്റെ അന്തരീക്ഷം മാറാൻ തുടങ്ങും.
When you looked across, the atmosphere of your wisdom will begin എന്റെ to change. തമ്പുരാൻ, എന്റെ കർത്താവും ദൈവമേ, നീ എനിക്ക് വേണ്ടി മരിച്ചില്ലേ, എന്നെ രക്ഷിപ്പാൻ നീ അടിയേറ്റ് തകർന്ന് ചോരയൊഴുക്കി എനിക്ക് വേണ്ടി ജീവൻ നൽകിയവനെ എന്ന് നീ ഒന്നും ബോധ്യപ്പെട്ടാൽ ദൈവത്തിന്റെ ജ്ഞാനം നിന്നിൽ ഒഴുകാൻ തുടങ്ങും. When you begin to understand and see the one who shed his blood on the cross for you, അന്നേരം എന്താ God's പറയുക? wisdom will begin to That manifest will in you. provide you God's power. ദൈവത്തിന്റെ ശക്തി അതിൽ നിന്ന് വമിക്കാൻ തുടങ്ങും. And through that you will receive God's അതാ power. 19ാമത്തെ വാക്യം ശ്രദ്ധിച്ചു നോക്കിയേ. Verse 19. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കും, I will destroy the wisdom of the wise ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കി. and weaken the wisdom of the wise. ഇതാ ഈ വീട്ടിനകത്തെ കാര്യം ഞാൻ പറയുന്നത്. വീട്ടിനകത്ത് ദൈവത്തിന്റെ മഹത്വം നീ തൊട്ട് കഴിഞ്ഞാൽ നിന്റെ അത്ര ജ്ഞാനി വേറെ ആരുമില്ല. If you touch the glory of God, there won't be anybody wiser than you. അർത്ഥം എന്നാണെന്നറിയോ? ഒരു ജ്ഞാനി എങ്ങനെ മനസ്സിലാക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് അവൻ പറയത്തില്ല. A wise person will never speak negatively. വലിയ ചൈന വോൾ കെട്ടി വെച്ചിരിക്കും. ഞാൻ പറയാം, എന്റെ ദൈവത്തെ ഞാൻ ഈ മതിരി ആടി കിടക്കും. Even though there is a wall, he will say, by my God, I will scale over this wall. മണ്ടത്തരോ, നീ എങ്ങനെ ചാടിക്കട എന്തോ ഹൈറ്റ് ഇരിക്കുന്ന. ഞാൻ പറയാം, എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കട. By my God, I can scale over this wall. 1 against 10,000. ഒരുത്തൻ നിൽക്കുമ്പോ 10,000 കണക്കിന് ആമേൻ ഹാലു ശത്രു സൈന്യം നിന്റെ നേരെ വരുമ്പോ, നിന്റെ വീടിന് ചുറ്റും സകലം നിന്നെ ആക്രമിക്കുവാൻ വരുമ്പോൾ നീ പറയാണ്, ഇതാ പടക്കൂട്ടത്തിന് നേരെ ഞാൻ അങ്ങോട്ട് പാഞ്ഞു ചെല്ലും. Even though there is 10,000 surrounding your house, you will say, I will run against the troop. ഈ നമ്മളിപ്പോ നോക്കി, നമ്മുടെ എതിരെ നിൽക്കുന്ന ശത്രു സൈന്യം ഭയങ്കരമാണെങ്കിൽ നമ്മൾ അതിന്റെ നേരെ അങ്ങോട്ട് പാഞ്ഞു എന്നാണ്ടല്ലോ, അവൻ കിടുകിട പറയും. Even though there is a large group against us, if you are going to run against it, he will run away. അതുകൊണ്ടാ പറയുന്നത്, നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങൾ ഒറ്റ ഒരാളെ കാണത്തുള്ളൂ, നിങ്ങൾ അവിടെ നിന്ന് പൊരുതണം. Maybe in your house you are the only person, you must That fight is what Shubham alone. is doing. 1 against many. അവന്റെ ദേശത്ത് അവന്റെ ആൾക്കാരുടെ മധ്യത്തിൽ അവൻ ഒറ്റ ചെറുക്കം നിന്നോട്ട് പറയാണ്, എന്റെ ദൈവത്താൽ ഈ പടക്കൂട്ടത്തിന് നേരെ ഞാൻ പാഞ്ഞു ചെല്ലും. Shubham is the only person from his family, from his community, but he is saying, with my God I will run against a troop. അയ്യോ, അവൻ ഒറ്റ വർഷം കൊണ്ട് മലയാളം എന്തോ ഒരു ഭംഗിയായിട്ടും പഠിച്ചെന്നറിയോ? നിങ്ങൾ പറയുന്നുണ്ടേ മലയാളം നമുക്ക് പഠിച്ചു പറയാൻ മനസ്സിലായി, എങ്കിലും അവനെ അത്ര ക്ലിയർ ആയിട്ട് ജോൺ ആൻഡ് ജെയിംസിനകത്ത് ഇരുന്ന് കൈപോക്കി ഹല്ലേലൂയ പറയുന്നത് അവനേ ഉള്ളൂ. എല്ലാം മനസ്സിലാവുന്നുണ്ട്. John and James, he is the only one who responds in John and James and say hallelujah because he understands Malayalam. ഒത്തിരി പേർക്ക് മനസ്സിലാകുന്നുണ്ടോ ഇതെന്തോ എപ്പോഴാ തീർത്തെന്ന് പറഞ്ഞു. അവനെല്ലാം നമുക്കെല്ലാം അറിയാമല്ലോ. We think that we know everything. We don't want to even lift our hands. ഇപ്പൊ What happens if I don't join the meeting? വാക്യമൊന്നും നമുക്കറിയാൻ വയ്യാത്ത. We know all the verses. എന്തോ മഹത്വം അല്ല നമുക്ക് ഏതാ അറിയാൻ വയ്യാത്തോ? ഞാൻ എല്ലാം അയ്യോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചവർ വിഷൻ പിന്നെ എല്ലാം കണ്ടോണ്ടിരിക്കുകയല്ലേ, എനിക്ക് ഏതാ അറിയാൻ വയ്യാത്ത. We know everything. We are watching എത്ര everything. പുസ്തകം ഞാനിപ്പോ വായിച്ച് തള്ളിയത്. How many Bibles I have read? ആ ട്യൂബ്, ഈ ട്യൂബ്, ഗോഡ്സ് ട്യൂബ് എല്ലാം നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ. We have watched so many channels. ഞാൻ എപ്പോഴും പറയട്ടെ, നിന്നെ ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ ഇരുത്തിയിരിക്കുന്നത് നിന്റെ പക്വതാപരമായ ജീവിതത്തിന് വേണ്ടിയാണ്. God has placed you in a spiritual atmosphere ഞാൻ for എപ്പോഴും your പറയും, discipline. എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്, ഒറ്റ കുഞ്ഞിനെ ഞാൻ കൊന്നിട്ടില്ല ഇതുവരെ. If I have 3 children, I have not killed anyone. ഞാൻ ജീവൻ നൽകിയ, എനിക്ക് ജന്മം നൽകിയ 3 കുഞ്ഞിനെ ഒറ്റ ഒരെണ്ണത്തിനെ കൊന്നിട്ടില്ല. വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചെവിക്കൊക്കെ പിടിച്ചിട്ടുണ്ട്, ഞാൻ പക്ഷെ കൊന്നിട്ടില്ല. I may have disciplined them, but I have not destroyed them. എന്റെ ആത്മീയ കുഞ്ഞുങ്ങളെ ഒറ്റ ഒരാളെ ഞാൻ കൊല്ലത്തില്ല. I will not destroy any of my spiritual That is not my children. call. എന്റെ വിളി അതല്ല. That's not my call. എന്റെ വിളി നിങ്ങളെ കുറച്ചുകൂടെ മേന്മയുള്ളവരാക്കി കാണുക എന്നുള്ളതാണ്. My calling is to get you to a better ഒരു place. കാര്യം 1,00,000 പേര് പറഞ്ഞതുകൊണ്ട് സത്യമാകത്തില്ല. ആരും പറയാത്ത ഒത്തിരി സത്യങ്ങൾ കിടപ്പുണ്ട്. Just because 1,00,000 people say one thing, it will not ഒരു become the കാര്യം truth. 10,00,000 പേര് പറഞ്ഞുകൊണ്ട് സത്യമാകും. 10,00,000 people say the same ഞാൻ thing, ഒറ്റ won't കാര്യമേ become കാണുന്നു. the ഞാൻ truth. കർത്താവിനെ അറിഞ്ഞ കാലം മുതൽ ഞാൻ കുരിശിലാണ് ഒരു കാര്യം കണ്ടത്. അവൻ പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. From the time I'm known ഞാൻ the Lord, അതിനകത്ത് ഉറച്ചു നിൽക്കുന്നു. ഇപ്പൊ ഏതൊക്കെ എതിർ ശക്തികൾ എന്ന് പറഞ്ഞാലും ഐ ക്ലിങ് ടു ദാറ്റ് വേർഡ് ദാറ്റ് ഹി സെഡ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ദ വർക്ക് ഈസ് ഡൺ, വർക്ക് ഈസ് അക്കംപ്ലീഷ്ഡ്. no matter what the opposing force says, I believe the word that it is finished on the cross. പ്രവൃത്തി അവൻ പൂർത്തീകരിച്ച, അവൻ ഈ മണവാളനായിട്ടിരിക്കുന്നവല്ല, അവൻ ഭാര്യയുമായിട്ട് ഇപ്പോൾ വസിക്കുന്നവരാണ്. He is a bridegroom who is living with his ഉള്ള wife. കല്യാണത്തിനെല്ലാം പോയ മണവാളൻ മണവാട്ടി പാറ കളിച്ച് നമ്മുടെ തലയ്ക്കകത്ത് ഈ മണവാളനും മണവാട്ടിയും കിടക്കുന്ന ഇപ്പോൾ അവൻ എന്നെ നിന്നെ അവന്റെ ഭാര്യ ആക്കിയതാണ്. He is already wedded us as
his wives. അത് കുരിശിലാണ് ഈ വെഡിങ് നടന്നത്. It happened on the cross. എത്ര പേര് വിശ്വസിക്കുന്നു How many of കുരിശിൽ you believe? നിന്റെ വിവാഹം കുരിശിൽ വിജയിച്ചതൊന്നല്ല, നിശ്ചയിച്ചു എന്ന് പൗലോസ്ലീഹ പറയുന്നത് ഈ പറയുന്ന യെരുശലേം ദേവാലയം നിൽക്കുന്നുണ്ടാ പറയുന്നത്. യെരുശലേം ദേവാലയത്തിന്റെ പതനത്തോടുകൂടി ദൈവരാജ്യം എസ്റ്റാബ്ലിഷ്ഡ് ആയി. അതിന്റെ അർത്ഥം വീട്ടിനകത്ത് താമസം തുടങ്ങിയെന്നല്ലേ. With the destruction of the temple in Jerusalem, the kingdom of God is established. We are living in the house with him. ഞാൻ വേദപുസ്തകം വായിക്കാൻ മാത്രമല്ല, ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഞാൻ കുത്തിയിരുന്ന് കാണാതെ ഞാൻ അത് വായിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. വല്ലവരും പറഞ്ഞിട്ടില്ല, ഞാൻ കണ്ടടച്ച് വിശ്വസിക്കത്തില്ല. Beyond reading the Bible, I choose to study the Bible. അത് ഞാൻ പഠിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി, യെരുശലേം ദേവാലയത്തെ കണ്ടപ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ എന്തോ ഒരു വലിയ മനോഹരമായിരിക്കുന്നത്. The disciples asked, how beautiful is this temple? യേശു പറഞ്ഞു, മനോഹരമായ കാര്യം ശലോമോൻ പണിതില്ല, ഭയങ്കര മനോഹരം. ശലോമോൻ പണിന്ന് പറഞ്ഞ 4000 ഗായകർ നിൽക്കും. 4 നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇവിടെ 4 പേര് നിൽക്കുമ്പോഴേ മൊത്തം നിറഞ്ഞു. 4000 ഗായകർ നിൽക്കും, 4 നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒക്കത്തില്ല. You can't even imagine 4000 people standing in അതിന്റെ such a കോർട്ട്യാർഡ്, temple. അതിന്റെ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം നമുക്ക് ചിന്തിക്കാൻ അത്രയ്ക്ക് വലിയതാണ്. It's so huge, the courtyard and the... കാര്യം ശലോമനാണ് ലോകത്തിലേക്ക് ഏറ്റവും വലിയ സമ്പന്നനായ ഹല്ലേലൂയ രാജാവ് അന്നത്തെ. Solomon was the greatest king of all time. ഇത്ര ജ്ഞാനമുള്ള ഒരുത്തനുമില്ല. അതുകൊണ്ട് തെക്കേ രാജ്യം ഷേബ കാണാൻ വന്നത്. There was none as wise as him. That's why the queen of അവന്റെ Sheba came പേരും to visit. പ്രശസ്തിയും ലോകം മുഴുവൻ പറഞ്ഞു. കാര്യം അവൻ എന്തെങ്കിലും ചെയ്ത അവൻ എന്തിനാണ് 700 ഭാര്യമാര്? His name and fame spread across the world. He had 700 എന്തിനാ 700 300 porcupines? Why 300 concubines? എന്തിനാണ് അതിന്റെ ആവശ്യം? അതിന്റെ ആവശ്യം അവൻ ശ്രീലമ്പടനായത് കൊണ്ടല്ല, അവന്റെ രാജാവെന്നുള്ള പ്രൗഢിയെ കാണിക്കുന്നതാണ്. എത്രയും ഉണ്ടോ, ഇപ്പൊ ഒരു കാറ് വാങ്ങിക്കുമ്പോൾ ഒരു കാറുണ്ടെന്ന് പറയത്തില്ല, 2 കാറുണ്ടെന്ന് പറയത്തില്ല, 10 കാറുണ്ട്, 10 കാറുണ്ടെന്ന് പറയത്തില്ല എന്ന് പറഞ്ഞ പ്രൗഢിയെ കാണിക്കുന്ന ഈ ഭാര്യമാര് ഈ സാധനങ്ങളെല്ലാം. All this is just showed his splendor and glory. ഹല്ലേലൂയ. കേട്ടോ, അവന്റെ ആ മഹത്വത്തെ, അവൻ ആരാണെന്ന് കാണിക്കുക. അതുകൊണ്ട് അവൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വലുതായിട്ട് ചെയ്യത്തുള്ളൂ. That's why when he does something, he does it great. ഹല്ലേലൂയ. Hallelujah. ആ ശലോമോന്റെ മഹത്വം, ആ ശലോമോന്റെ മഹത്വത്തെ കുറിച്ച് അവൻ ഇതെല്ലാം വർണ്ണിക്കുന്നത്. And that's why it is spoken about the glory of Solomon. അപ്പോഴേ ശിഷ്യന്മാർ എന്തോ ഒരു വലിയ എന്തോ ഇരിക്കുന്നു ഈ ആലയം കണ്ടിട്ട്. So the disciples asked, how great is this temple? ഹല്ലേലൂയ. അപ്പൊ യേശു പറയാ, കല്ലിന്റെ മേൽ കല്ല് ശേഷിക്കാതെ ഇത് തകർന്നു താഴ്ന്നു. And Jesus says, not one stone will be left on the other. This will be സ്വാഭാവികമായിട്ട് നിങ്ങൾ destroyed. ചോദിക്കുന്ന പോലെ അവരും ചോദിച്ചു, ഇതെന്ന് സംഭവിക്കും? And naturally they asked, when Now will this listen to me. happen? എന്നെ കേട്ടെ, ഇതിനകത്ത് ഇരിക്കുന്നവരെല്ലാം കേൾക്കാം. അപ്പൊ യേശു പറയാണ്, ഈ തലമുറയിൽ അവർ അത് കാണും. And Jesus said, this generation ഈ shall not pass away തലമുറയിലുള്ളവർ without അത് seeing കാണുമെന്നല്ലേ പറഞ്ഞത്? it. Which means this generation will see അപ്പൊ it. 2000 വർഷം കഴിഞ്ഞ് കാണുമെന്നാണ് പറഞ്ഞത്. Talking about after ഈ 2000 തലമുറയിൽ years. നിങ്ങളുടെ വേദപുസ്തകത്തിലെടുത്ത് വായിച്ചു നോക്ക്. ആമേൻ. ഈ തലമുറയിലുള്ളവർ അത് കാണുമെന്നല്ല എഴുതിയിരിക്കുന്നത്. It says this generation shall see it. അപ്പൊ എന്തോ സംഭവിച്ചു? AD 70 ഇത് മുഴുവൻ കല്ലിന്റെ മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം നീറോ ചക്രവർത്തി ഇത് മുഴുവൻ ഇടിച്ച് പൊളിച്ച് ദൂരെ കളഞ്ഞു. AD 70, Emperor Nero just destroyed the entire temple. എന്തിനാ ഇത് കളഞ്ഞത്? എന്തിനു കളഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കല്ലെന്ന് പറഞ്ഞ ഭയങ്കര ഹെവി ബ്ലോക്കുകളാ കൊണ്ട് വെച്ചിരിക്കുന്നത്. അതിന്റെ മേളിലാണ് ഇത് പണിതിരിക്കുന്നത്. Huge stones were kept to build this one, and everything was അവർക്കറിയാം destroyed. ഭയങ്കര സമ്പന്നനായ ശലോമോൻ പണിതുകൊണ്ട് ഈ കല്ലിന്റെ ഇടയിലെല്ലാം ഈ പറയുന്ന പോലെ പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ, സ്വർണ്ണോ വെള്ളിയോ എന്തെങ്കിലും ഒക്കെ കാണുമെന്ന് അവർക്കറിയാമായിരുന്നു. They knew the temple was so glorious, built by Solomon. There would be അതുകൊണ്ട് gold and കല്ലിന്റെ ഇടയിൽ silver എന്തെങ്കിലും in it. ഉണ്ടെങ്കിൽ അത് കിട്ടുമല്ലോ വിചാരിച്ച ആനയെ കൊണ്ടാണ് കല്ലൊക്കെ പിടിച്ച. നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുക. ആ കാലെ കൊണ്ട് കല്ല് പിടിച്ചെല്ലാം വലിച്ചു താഴെ ഇട്ടു. They used the strength of elephants to pull down the wall and the ഇപ്പൊ എന്തോ stones. സംഭവിച്ചു? What happened? ആരാധന ഇനി ഒരിക്കലും അതിനകത്ത് നടക്കത്തില്ല. There was not going to be a ഒരു worship. യാഗങ്ങളും നടക്കത്തില്ല. No And it sacrifice. took 40 years. 40 വർഷം എടുത്തു യെരുശലേം ദേവാലയം യേശുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം ഇല്ലാതാകാൻ. It took 40 years after the death of വേദപുസ്തകത്തിനകത്ത് ഈ Jesus. 40 വർഷത്തിന് വലിയ പ്രാധാന്യമുണ്ട്. In Bible 40 years 11 was ദിവസം കൊണ്ട് important. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ വിട്ടേച്ച് കനാൻ ദേശത്ത് കയറിയോ? 11 days the children of Israel were supposed to എന്തുകൊണ്ട് reach കയറിയില്ല? Canaan. Why? എന്തുകൊണ്ട് കയറിയിരുന്നെങ്കിൽ ഇവന്മാരായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ പിഴകൾ. They would have been the biggest spoils people had they reached in 11 അതുകൊണ്ട് days. അവരെ വിൽഡർനെസ്സിനകത്ത് വിട്ടു ദൈവം ആരാണെന്ന് കാണിക്കാൻ വേണ്ടി അവരെ നടത്തിച്ചു. That's why God led them through the wilderness for 40 years to ക്രൂശുമരണം show who കഴിയുമ്പോൾ God തന്നെ ഇത് was. കൊടുക്കാമെന്ന് ദൈവരാജ്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ യേശു ആരാണെന്നുള്ള ഇമ്പോർട്ടൻസ് പോയേനെ. God did not establish the kingdom of God
immediately after the cross. വെളിമ്പ്രദേശത്തും മരച്ചോട്ടിലും ആമേനെ തുറന്ന ഇടങ്ങളിലൊക്കെ പോയിരുന്ന ഇവർ യേശുവിന്റെ നാമത്തെ ആരാധിക്കാൻ തുടങ്ങി. They began to worship the name of the Lord in open spaces and wherever they gone. അടുക്കും ചിട്ടയും ഇല്ലാതെ പോകുന്ന സമയത്താണ് പൗലോസ് എന്ന് പറയുന്ന മനുഷ്യനെ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് പിടിച്ചകത്ത് കയറ്റുന്നത്. And when the church was going without discipline, God found Paul on the way to the road of Damascus. അയാൾക്ക് ന്യായപ്രമാണത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ളതുകൊണ്ട് ഇവന്മാരുടെ ഈ പഠിപ്പീരുകൾ ശരിയല്ലെന്ന് അയാളാ പറയാൻ തുടങ്ങിയത്. He was well versed with the law and he said this teaching was not right. അത് എവിടെ ആരംഭിക്കുന്നു? അപ്പോസ്തലപ്രവൃത്തികൾ 13-ാം അധ്യായത്തിനകത്ത് യെരുശലേം അല്ല സഭയുടെ ആരംഭം, അന്ത്യോക്യയാണ് സഭയുടെ ആരംഭം. In Acts chapter 10 it clearly says, 13 it clearly says Jerusalem is not the beginning of the church. It is Antioch. Jerusalem was the place of confusion. ഇവർക്ക് തന്നെയായിരുന്നു യേശുവിനെ നടന്ന ശിഷ്യന്മാർക്ക് അറിയത്തില്ല എന്തോ സംഭവിക്കുന്നത്, അവർക്ക് അറിയത്തില്ല. The disciples were confused in Jerusalem. പക്ഷെ ഒരു മനുഷ്യനെ 9-ാം അധ്യായത്തിൽ അപ്പോസ്തലപ്രവൃത്തികൾ 9-ാം അധ്യായത്തിൽ ആമേൻ അധികാരപത്രവുമായി പോകുന്ന ശൗൽ എന്ന് പറയുന്ന മനുഷ്യനെ ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ ദർശനം അവന്റെ മേൽ വീണ് അവൻ താഴെ കിടന്ന് 3 ദിവസം കണ്ടു കാണാതെ കണ്ടിൽ നിന്ന് ചതമ്പിന് താഴെ പോയപ്പോൾ ന്യായപ്രമാണത്തിന്റെ സകല ബ്ലോക്കുകളും മാറി ക്രിസ്തുവിലേക്ക് അവൻ വെളിപ്പെടാൻ തുടങ്ങി. But in Acts chapter 9, when there was a young man named Saul who was going on the road to Damascus, the bright light fell on him and his something like scales fell off his eyes. He was blind for 3 days. Every blindness of the law fell off from his life. അനന്യാസ് പറയുന്നത് കേട്ടില്ലേ? അവൻ അധികാരപത്രമുള്ളവനാണ്, അവൻ സഭയെ ഉപദ്രവിക്കാൻ പറയുകയാണ്. യേശു പറയില്ല, അവൻ എനിക്ക് വേണ്ടി ത്യാഗം സഹിക്കേണ്ട പാത്രമാണ്. Ananias said, this is a man who is persecuting the church, but Jesus said, no, he is going to suffer greatly for my sake. And he was not ready to baptize him. Ananias was not ready to baptize Saul. Go baptize him. അവനെ സ്ഥാനപ്പെടുത്തി എടുക്കുക. And then God told Ananias, go and baptize him. അങ്ങനെയാണ് സഭയ്ക്ക് വാസ്തവത്തിൽ ഒരു അടിസ്ഥാനത്തിലേക്ക്, അങ്ങനെയാണ് ക്രിസ്തു എന്ന വെളിപ്പാടിലേക്ക് സഭ വരുന്നത്. That's how the church stepped into the mystery or revelation of Christ. യേശു കർത്താവ് എന്ന് പറഞ്ഞ ഒത്തിരി പേരുണ്ട് ഇപ്പോഴും നിൽക്കുന്നത്. There were many who were calling the name of Jesus. Christ, ക്രിസ്തുവാണ് എന്ന് വെളിപ്പെടുത്താൻ തുടങ്ങി. They began to reveal that Jesus is Christ. അത് റോമർക്ക് എഴുതിയ ലേഖനത്തിലെ 1, 2, 3, 4-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അബ്രഹാമിനെ കാണിച്ചിട്ട് പറയുകയാണ്, അബ്രഹാം പിതാവാണ് ഇതിന് മുഴുവനും കാരണക്കാരായി ദൈവം നിർത്തിയിരിക്കുന്നത്. അബ്രഹാമിൽ കൂടിയുള്ള അവകാശങ്ങൾ, വാഗ്ദത്തങ്ങൾ, മഹത്വമാണ് വിശ്വസിക്കാൻ നിന്റെ മേൽ ഒഴുകേണ്ടത്. That's why in Romans chapter 4, Abraham is brought to the picture and says the glory that was in Abraham was to be revealed through you. അതുകൊണ്ട് 5:1 എഴുതിയിരിക്കുന്നു, വിശ്വാസത്താൽ നീതീകരണം ലഭിച്ചതിന് ശേഷം നീ നിൽക്കുന്ന കൃപ, നീ നിൽക്കുന്നത് എവിടെയാണ്? That's where Romans 5:1 it talks about justification by faith. Now you are standing in grace. ദൈവത്തോട് സമാധാനം ഉണ്ടാകുകയാണ്. Now you have peace with God. Where are you standing now? Second verse, രണ്ടാമത്തെ വാക്യത്തിൽ കേട്ടോ, നിങ്ങൾ എവിടെ നിൽക്കുന്നത്? നിൽക്കുന്നത് കൃപയിൽ. I stand in his grace. Where do you stand? നിങ്ങൾ എവിടെ നിൽക്കുന്നത്? ഉറങ്ങാതെ നിങ്ങൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയാമോ? ഹലോ, നിങ്ങൾ എവിടെ നിൽക്കുന്നറിയാമോ? ആ കൃപയാണ് നിന്നെ എലിവേറ്റ് ചെയ്ത് മഹത്വത്തിൽ കയറ്റുന്നത്. You are standing in his grace. നീ ഒന്നും ചെയ്തിട്ടല്ല. You didn't do anything. നീ ഒന്നും ചെയ്തിട്ടില്ല. അവൻ നിനക്ക് വേണ്ടി ചെയ്തതുകൊണ്ട് അവന്റെ കൃപയ്ക്കകത്ത് നിന്നെ കയറ്റി നിർത്തി. Because he has done everything for you, he has made you stand in his grace. നീ നിൽക്കുന്ന അവന്റെ കൃപയ്ക്കകത്താണെങ്കിൽ മഹത്വത്തിലേക്ക് പ്രവേശിക്കാനുള്ള സ്ഥലത്ത് നീ എത്തിയിരിക്കുകയാണ്. If you are standing in his grace, you are in the right place to step into his glory. അതുകൊണ്ട് 19-ാം വാക്യം 5:19 പറയുന്ന, ഒരുത്തൻ അനുസരണക്കേട് കാണിച്ചു, സെപ്പറേഷൻ ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്ന് അകന്നു പോയി. എന്നാൽ ഒരുത്തൻ വന്ന് അനുസരിച്ചു, ആമേൻ ആമേൻ, വീണു പോയി. എല്ലാത്തിനും അത് ആദാമ്യ പാപം എന്ന് പറയുന്നത്, ആദാമ്യ അനുസരണക്കേട് അല്ല, ആദാമ്യർ എന്ന് വിളിക്കുന്നത് നമ്മളെയൊക്കെയാണ്. That's why in Romans 5:19 says one man's disobedience, everyone. എന്റെ ഓമനമാമ അമ്മാമ പാപിയെ അല്ല. സ്തോത്രം. We are not sinners. ഇതിനകത്തിരിക്കും ഒറ്റൊരാളും പാപികളല്ല. No one is a sinner here. കാര്യം പാപം വരുന്ന ന്യായപ്രമാണത്തിൽ കൂടിയാ. Sin comes through the law. ഹലോ, നിങ്ങൾ ആരെങ്കിലും ന്യായപ്രമാണത്തിന്റെ ആൾക്കാരാണോ? ന്യായപ്രമാണം എന്തോ ഇതുവരെ കണ്ടിട്ടുണ്ടോ? ന്യായപ്രമാണം എന്തോ? Do you know what is the law? ന്യായപ്രമാണം ചെയ്തവരാണ് പാപത്തിനകത്തേക്ക് പോയത്. ബാക്കി എല്ലാവരും ആദാമ്യരാണ്. ആദാമിന്റെ അനുസരണക്കേട് കണ്ടോ, ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികൾ. അതാ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. Because of one man's disobedience, we've all gone away from the എന്നാൽ Lord. സംഭവിച്ചെന്താ പറയാ, ഏകന്റെ അനുസരണത്തിൽ യേശു അനുസരിച്ചപ്പോ എന്തോ തീർന്നു. But through one man's obedience. അനേകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു പേരെന്നല്ല പറഞ്ഞു, എല്ലാവരും
ഒരുത്തൻ കുഴപ്പം ചെയ്ത് എല്ലാവരും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വേറെ വന്ന് ശരി ചെയ്തപ്പോൾ എല്ലാവരും അങ്ങനെ ആയി, തിരിച്ചായി. One did disobedience, many went astray, one obeyed, and many were made 2 righteous. Corinthians 5:21 പഠിക്കാൻ വേണ്ടി പറയാം. ചിലർക്ക് പഠിക്കാൻ വേണ്ടി ആഗ്രഹത്തിൽ ഇരിക്കുന്നുണ്ട് പറയാണ്. 2 Corinthians 5:21 ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ തരിക. പാപം അറിയാത്ത യേശു. 2 Corinthians 5:21 talks about പാപം the one who അറിയാത്ത knew no യേശുവിനെ sin. ദൈവം എന്തോ ചെയ്തു? നാം യേശുവിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി യേശുവിനെ പാപമാക്കി. ഇതാ അതിന്റെ എക്സ്പ്ലനേഷൻ. One who knew no sin became sin for us. യേശുവിന് പാപം അറിയാം. Jesus did not know sin. യേശു ന്യായപ്രമാണത്തിന്റെ ആളല്ല, ആദാമിന്റെ ആളല്ല. He was not part of the law. ഇതിന്റെ രണ്ടിന്റെ അല്ലാത്തതുകൊണ്ട് അവനാണ് നീതി എന്ന് പറയുന്നവൻ. He is a righteousness. നീതി എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, നീതി എന്ന് പറയുന്ന ഒരു സ്ഥിതിയാണ്. Righteousness is not a ആ person. സ്ഥിതി ഇങ്ങോട്ട് കൈയും കാലും വെച്ച് ഇറങ്ങി വന്നതാ. That state came down with hands and feet. ആ സ്ഥിതി എന്താ? നീതി എന്ന് പറയുന്നത് കൈയും കാലും വെച്ച് ഇറങ്ങി വന്നതിനെയാണ് നിങ്ങൾ ഈ യേശു യേശു എന്ന് പറയുന്നത്. And we call him Jesus. അപ്പൊ അവൻ എന്തിനാ വന്നത്? കഴിഞ്ഞ് മനുഷ്യർ ആരും ആദാമ്യ പാപത്താൽ എല്ലാവരും ആദാമ്യ അനുസരണക്കേട് എല്ലാവരും അനുസരണക്കേടായപ്പോൾ ഞാൻ വന്നിട്ട് അങ്ങ് അനുസരിച്ചേക്കാം എന്ന് പറഞ്ഞപ്പോൾ ഇവൻ അനുസരണത്തിന്റെ പ്രവൃത്തി ചെയ്തപ്പം ഇങ്ങനെ ഉണ്ടായിരുന്ന എല്ലാവരും ദൈവത്തിൻ്റെതായി തീർന്നു. And when he decided to obey, we all became part of God. എന്താ കുഴപ്പം? തനിക്കെന്താ കുഴപ്പം? What is the problem? അങ്ങനെയാന്ന് പറഞ്ഞിട്ട് യെസ് ഞാനും അങ്ങനെയാന്ന് പറഞ്ഞ പോലെയോ? അങ്ങനെ അല്ലെന്ന് പറഞ്ഞ് എതിർക്കാൻ എന്തിനാ അവര്? എടാ കുഞ്ഞെ, കർത്താവ് നിനക്ക് വേണ്ടി സകലതും ചെയ്തു, നീ അങ്ങ് വിശ്വസിച്ചു യേശുവാണ് എന്റെ കർത്താവ്, നീ അങ്ങ് പറഞ്ഞ പോലെയോ? You just believe that the Lord has done everything. What is your problem? What is your problem? I don't understand. എന്താ നിന്റെ പ്രശ്നം? യേശു നിനക്ക് വേണ്ടി സകലം ചെയ്തെന്ന്. God has done it. Jesus നീ has done യേശുവേ എന്ന് everything വിളിച്ചു കഴിഞ്ഞാൽ യേശുവിന്റെ മാർഗത്തിൽ കൂടെ നീ യാത്ര ചെയ്യുവാന്ന്. You are traveling in the path of Jesus. And you are standing in his grace. അവന്റെ കൃപയ്ക്കകത്ത് നീ നിന്നിട്ട് പറയുവാണ് elevation, spiritual elevate. You will be spiritually elevated to his glory. And then you are elevated to his glory. അതാ മഹത്വത്തിലേക്ക് വരും, അല്ലെങ്കിൽ അപമാനം ഉണ്ടാവും. You have to step into his glory, otherwise there will be shame. അപമാനം എങ്ങനെ വരുന്നറിയാം? അലിസ് ചോദിച്ചേ, അപമാനം എങ്ങനെ പറയും? യേശു യേശു എന്ന് വിളിച്ചു, അവസാനം ആദ്യത്തെ എ ഇല്ല, ഇപ്പം ഷുവേ ഉള്ളൂ. അത് അപമാനം. How do you get ഇറങ്ങി shame? വരുമ്പോ ചുമ്മിമോനെ ഇറങ്ങിയൊക്കെ വരുമ്പോ എന്ത് പറയും? യേശുവേ എന്ന് വിളിച്ചു, ഷൂ ഷൂ അങ്ങനെ പോ. Initially you called Yeshu, now you became Shu. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സമ്പത്ത് വേണം, ആരോഗ്യം വേണം. You need health and wealth. അപ്പോഴേ യേശു എന്ന് പറഞ്ഞ് പിന്നെ നിൽക്കത്തുള്ളൂ. That's how you will stand നിന്റെ again. കൊച്ചിന് ഫീസ് കൊടുക്കാൻ പൈസ ഇല്ല, നീ കിടന്ന് വിഷമിക്കുകയല്ലേ? You shouldn't struggle to pay the നീ fees of your ചോദിച്ചു child. കുഴപ്പമില്ലേ? You told നീ others. വിളിച്ചവനെ കുറിച്ച് നിനക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ, വിളിച്ചത് ആരാണെന്ന് നിനക്കറിയാമെങ്കിൽ, നിന്റെ മുമ്പിൽ ഡാനി ഇന്നലെ പറഞ്ഞതുപോലെ ആരാ ജോലി കിട്ടത്, ആരാ നീ അറിയണ്ട, സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. God of heaven will do miracles for you. നീ ലോൺ എടുക്കാനൊന്നും പോകത്തില്ല, മറിച്ച് ഹല്ലേലൂയ കർത്താവ് തന്നെ അതിനുള്ള വഴികൾ നിനക്ക് ഒരുക്കി തരും. You won't go take loan, God will open ways before you. അതിനെതിരായിട്ടിരുന്ന് സംസാരിച്ചിട്ട് വേണേ അപമാനം വരുത്തുകയും ചെയ്യാം. You can talk against it and bring shame. പരിശുദ്ധാത്മാവിനോട് ബന്ധപ്പെട്ട നിന്റെ ബുദ്ധിഹീനത മാറും. If you are connected to the Holy Spirit, your foolishness തന്നെ will കണ്ടിന്യൂ. go. നാണക്കേട് വരുത്തുന്നതല്ല, പരിശുദ്ധാത്മാവിനോട് ബന്ധം അത് മുറിച്ചു മാറ്റും. Holy Spirit will cut off everything that causes shame for you. നാണക്കേട് വരുത്തുന്ന കാര്യങ്ങൾ എന്തുവാ? What are the things that brings that is shame? actually the opposite of glory. The മഹത്വത്തിന് വിപരീതമായി കിടക്കുന്ന ഈ നാണക്കേട് വരുത്തുന്ന കാര്യങ്ങൾ. What are the things opposite of glory? ഒരു കാര്യം ഞാൻ പറയാം, രോഗം നാണക്കേട് വരുത്തുന്ന ഒരു കാര്യമാണ്. One is sickness. അതെന്ന് വെച്ചാൽ മഹത്വമുള്ള ഒരു കാര്യമേ അല്ല രോഗം. Sickness doesn't bring glory. ആരെങ്കിലും വന്നിട്ട് പറയും, പാസ്റ്റർ എനിക്ക് HIV ആ, പ്രൈസ് ദി ലോർഡ് എന്ന് പറയും. Somebody says I have HIV, nobody will say praise the Lord. പാസ്റ്റർ എന്റെ ലിവർ മുഴുവൻ പോയിരിക്കുക, സ്തോത്രം എന്ന് പറയുമോ? വല്ല സ്തോത്രം കിട്ടും, വല്ല ഗ്ലോറി കിട്ടുന്ന കാര്യമാണ്. രോഗിയാണെന്ന് പറയുന്നതിന് വല്ല മഹത്വം ഉണ്ടോ? If you say you're sick, there is no glory. You understand? രോഗമായിട്ട് ദൈവത്തിന്റെ മഹത്വത്തിന് ഒരു ബന്ധവുമില്ല. Glory has no connection to sickness. ഞാൻ വല്ല ചെറിയ പനി വരുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ചുമ വന്നതിനെ കുറിച്ചോ അല്ല പറയുന്നത്. നിന്റെ ഒരു അവയവവും നഷ്ടപ്പെടാതിരിക്കുവാൻ അവന്റെ മഹത്വത്തെ നീ ഡിക്ലെയർ ചെയ്യണം. I'm not talking about a small fever or cold. You have to declare your glory that none of your organs will be lost. ഞാൻ അത്രയും അത്ഭുതങ്ങൾ കണ്ട. കിഡ്നി ഇല്ലാത്തവന് കിഡ്നി ദൈവത്തിന്റെ സ്റ്റോറിൽ ഇപ്പോഴും നിനക്ക് വേണ്ടത് സ്പെയർ പാർട്സ് ഇരിപ്പുണ്ടെന്ന്. I have seen kidneys being replaced from the storehouse of heaven. ഹല്ലേലൂയ. നീ പറയും നിനക്കറിയത്തില്ല, നിന്റെ വണ്ടി തകരാറിലായി പോയാലും ആ തകരാറിനെ മാറ്റുവാൻ അവന്റെ സ്പെയർ സ്റ്റോഴ്സിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ ഇരിപ്പുണ്ടെന്ന്.
Even if something is damaged, God is able to provide it for you from God's storehouse in heaven. അതെങ്ങനെ സംഭവിക്കുന്നത്? ആമേൻ. Miracle surgery will take place. Amen. Miracle നിന്റെ surgeries. ഉറക്കത്തിൽ ആദാമിന്റെ വാരിയിൽ എടുത്ത് അവയെ ഉണ്ടാക്കാൻ അറിയാവുന്ന കർത്താവിന് നീ ഉറങ്ങി കിടക്കുമ്പോൾ നിന്റെ അവയവങ്ങളെ മാറ്റി പുതിയതിനെ വെക്കുവാൻ കഴിവുള്ളവനാണ് നീ വിശ്വസിക്കുക. You must believe that God is able to do a miracle surgery at night while you are sleeping and replace your damaged organ. Be free now in Jesus' name. നീ പുറത്തിറങ്ങി വാ രോഗത്തിൽ നിന്ന്. Come out of sickness in Jesus' name. പെയിൻ വരുമ്പോൾ നമുക്ക് തോന്നും, ചിലപ്പോൾ നമുക്ക് എയ്ഡ്സ് വരും പറഞ്ഞ് നമുക്ക് തോന്നും ഇനി എന്ത് വായിച്ചു. അങ്ങനല്ലേ പറയുന്നത്? ഈ വേദന ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്താനാണ്. When you get sickness, you must say this is to reveal the glory of God. എന്റെ ഒരു കസിൻ ആണെങ്കിൽ പുള്ളിക്ക് പെട്ടെന്ന് ഈ മരുന്ന് ഏതാണ്ട് കഴിച്ചു വൈറ്റ് പാച്ചസ് പാണ്ട് വെള്ളപ്പാണ്ട് വരാൻ തുടങ്ങി. One of my cousins developed white patches as a allergy പക്ഷെ ഭയങ്കര വിശ്വാസം. Marthomite, a good believer. എന്റെ കസിൻ അയാളുടെ മകൻ എന്റെ കൂടെ കുറെ നാൾ ജോലി ചെയ്ത. His son worked with me for a while. അപ്പൊ ഇവിടുത്തെ ഈ പ്രയർ ഗ്രൂപ്പിന്റെ ഒക്കെ ആദ്യ സമയം ഈ മോനൊക്കെ എന്റെ കൂടെ ഭയങ്കരമായിട്ട് സജീവമായിട്ടുണ്ടായിരുന്നു. His son was part of the initial prayer. ഈ അച്ഛൻ എപ്പം വന്നാലും ഉണ്ടല്ലോ ഈ വലത്തെ കൈയല്ല ഇരിക്കുന്നത്. നമ്മളെ വലത്തെ കൈ പോക്കറ്റ് ഇട്ടുകൊണ്ട് കിടക്കുമ്പോൾ അച്ഛൻ കൈ ഉയർത്തി ഇങ്ങനെ കാണിക്കും. ഞാൻ പറഞ്ഞു അച്ഛൻ ആൾക്കാരെല്ലാം കാണത്തില്ല ചോദിക്കാൻ മോനെ കാണട്രാ എല്ലാവരും. Always he lifts his right hand. എന്റെ കയ്യെ പാണ്ടൊന്ന് കാണട്രാ. Let people see the white patch on my hand. എനിക്ക് അതിശയം തോന്നിട്ട് അതൊന്നും നമുക്ക് ഈ വിശ്വാസമൊന്നുമില്ല. പറയും കാണട്രാ. നാളെ എന്ന് പറയുന്ന ഒരു ദിവസം എന്നെ യേശു സൗഖ്യമാക്കുമ്പോ ഇവർ ചോദിക്കും എങ്ങനെ ഇത് മാറി. When tomorrow the Lord is going to heal me, let people see this white patch. I challenge you now. നിന്റെ രോഗത്തിന്റെ മേൽ സൗഖ്യം തരുവാൻ കഴിവുള്ളവൻ അവന്റെ മഹത്വത്തെ വെളിപ്പെടുത്തും. God is able to reveal his glory even through your sickness. Hallelujah. Hallelujah. ഒരു സമയത്ത് 6-7 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു ഇല്ലേ ഇതിനകത്ത്? എത്ര നേഴ്സസ് ഉണ്ടായിരുന്നു? എത്ര നേഴ്സുമാർ പെൺപിള്ളേരെ ഞാൻ സ്നാനപ്പെടുത്തിയത്? Once this church was filled with doctors and nurses. Hallelujah. അവരെല്ലാം പോയതുകൊണ്ട് സ്വതന്ത്രം എനിക്ക് ഡോക്ടറേറ്റ് കിട്ടി. After they all left, I got the doctorate. Doctorate in grace theology. I got doctorate in grace theology. Hallelujah. നിങ്ങൾ വിചാരിക്കുമായിരിക്കും അന്നേരം എന്റെ കണ്ണുകൾ തുറന്നത്. That's when my eyes were opened. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ട് ഞാൻ പറയും ഡോക്ടർ ജേക്കബ് ഏതാണെന്ന് നോക്കി ഇതൊന്ന് അറ്റൻഡ് ചെയ്ത് ഇല്ല രോഗികളെല്ലാം ഞാൻ അങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. And then I started connecting all the patients to that doctor. ഓർത്തോ അല്ലെങ്കിൽ ഓർത്തോയിട്ടോ ഷെറിയെ നാട്ട് നോക്കിയെന്ന് പറഞ്ഞ് എല്ലാവരും കണക്കി. കർത്താവ് ചോദിച്ചു പിന്നെ നിനക്ക് എന്നാ ജോലി? I started connecting people ഈ to പാസ്റ്ററായിട്ട് these ഡോക്ടറിനെ doctors. കണക്ട് ചെയ്തത്. സത്യമായിട്ട് പറയട്ടെ നമ്മുടെ കിളി ചില സമയങ്ങളിലുണ്ട് ഭയങ്കര അകത്തിരുന്ന് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. നിന്നെ എന്തിനു വേണ്ടിയാ വിളിച്ചത്? പിന്നെ Then God asked me, why did I call you for? If you are taking the help of medical science, then why you are here? നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? If you are dependent on medical science, why are you here? അവിടെ ഇന്ന് പറ ഞാനൊരു ഡോക്ടറേറ്റ് എടുക്കുന്നു പറ. I will take a doctorate. ചില കാര്യങ്ങൾ ആർക്കും അറിയാൻ വയ്യാത്ത ചിലതിനകത്ത് നീ ആമേൻ പ്രാഗൽഭ്യം തെളിയിക്കണം. You must prove your might in certain areas. തെളിയിക്കണം. You must prove it. തെളിയിക്കണം. You must prove it. വേറെ പണിയൊന്നുമില്ല. ഗൾഫിൽ നിന്ന് 2 ദിവസത്തേക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഓർഗൻ വായിച്ചോണ്ടിരിക്കുക. വേറെ പണിയൊന്നുമില്ലേ? പണിയൊന്നുമില്ലേ? വീട് പണി നടക്കുക, ഇവിടെ കയറി ഇരിക്കുക. പണിയില്ലാഞ്ഞിട്ടാന്നോ? പക്ഷെ പാഷൻ ഫോർ ഹിം, ആമേൻ, ആരാധനയ്ക്ക് എന്റെ ഒരു ഭാഗം വേണമെന്നുള്ള ആഗ്രഹമുണ്ട് അവിടെ കയറി കുത്തിയിരിക്കുന്നത്. വന്നില്ലല്ലോ ആരണ്ട് ഇവിടെ ഏതാണ്ട് ചെയ്യുമോ? ഇല്ല, എനിക്കും അതിന്റെ ഭാഗമായിട്ടിരിക്കണം. മക്കളെ നിങ്ങൾ ഓർത്തോണം, ഒരു മൂവ്മെന്റിനെ വേണം നിനക്ക് തോൽപ്പിക്കാൻ പറ്റുമായിരിക്കാം. നീ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകത്തേ ഉള്ളൂ. മൂവ്മെന്റ് ഒരിക്കലും തോക്കത്തില്ല. If you walk away from the movement will continue. Movement will move. It will keep moving. Hallelujah. Hallelujah. ദൈവത്തിന്റെ മഹത്വത്തെ ഒരിക്കലും ഇല്ലാതാക്കത്തില്ല. God will not destroy his glory. രണ്ടാമത്തെ കാര്യം, നാണക്കേട് വരുത്തുന്ന മറ്റൊരു കാര്യമാണ് ഫെയിലിയർ, തോൽവികൾ. ഫെയിലിയർ. The other thing that is opposite, you are getting defeated everywhere. എന്തോ ചെയ്താലും തോറ്റുപോകുക. You are getting defeated wherever you go. അങ്ങനെ വന്ന് നമ്മൾ ആരെങ്കിലും പറയാ ഐ ഫെയിൽ, ഞാൻ തോറ്റുപോയി കേട്ടോ, സ്തോത്രം കർത്താവേ. Nobody will say I failed, glory to God. ഞാൻ എല്ലായിടത്തും ഞാനിത് ഒട്ടപൂജ്യമായി. Praise the Lord. I am zero everywhere, praise God. You won't say it. തോറ്റതൊരു ഗ്ലോറിയാണോ? Failure is not glory. There is no glory in it. അതിനകത്ത് ഒരു മഹത്വമില്ല. There is no glory in failure. നിങ്ങളറിയാലോ ഈ ക്രിക്കറ്റ് ഒക്കെ കളിക്കാൻ പോയച്ച് തോറ്റു വരുന്ന ഇന്ത്യ ടീമിന്റെ കൂടെ 4 സെൽഫി എടുക്കും, ഓട്ടോഗ്രാഫ് വാങ്ങിക്കും. ആരില്ല. Indian team fails, nobody will stand take a selfie with them. അല്ലെങ്കിൽ നിങ്ങൾ ജയിച്ചു വരുമെന്ന് ഇപ്പം ഏതെങ്കിലും ടീം
ജയിച്ചു വരുവാന്നെങ്കിലും എയർപോർട്ടിൽ നിന്ന് പത്രക്കാരെല്ലാം ചോദിച്ചു, ആ ബോൾ അങ്ങോട്ട് എറിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടായിരുന്നു. അത് ഇങ്ങനെ ചെയ്തപ്പോൾ അപ്പോൾ അവൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും അവൻ്റെ പുറകെ ഇങ്ങനെ പത്രക്കാർ നടക്കുക. തോറ്റു വരുന്നവൻ്റെ കൂടെ ആരെങ്കിലും നടക്കൂ? Nobody walks with a failed one. You look at the film stars. അതോ ഒരു സ്റ്റാർട്ടത്തിൽ ഓരോ ഫിലിം സ്റ്റാർസ് നിൽക്കുന്നല്ലേ. Look at the film stars and what stardom they are all in. ഒരു കാലത്ത് ടി.പി. മാധവൻ എന്ന് പറഞ്ഞു ഭയങ്കര ഒരു ആക്ടറായിരുന്നു അയാൾ. T.P. Madhavan was a great actor. കേട്ടിട്ടുള്ളായിരിക്കും. ഞാൻ സിനിമയൊക്കെ കണ്ടിട്ടുള്ള കൊല്ലം തുളസി എന്നൊക്കെ പറഞ്ഞു എന്തോ ഒരു വലിയ അടൂർ പങ്കജും ഒക്കെ ഒരു കാലഘട്ടത്തിൽ തിളങ്ങി നിന്ന ആക്ടേഴ്സാ. These were actors of had erstwhile glory. See, finally അവർ ഗാന്ധി ഭവനിൽ പത്തനാപുരത്ത് ഗാന്ധി ഭവനിൽ കിടക്കുക. ടി.പി. മാമനെ കണ്ടാൽ നമുക്ക് സങ്കടം തോന്നും. They are all in Gandhi Bhavan in Patnapuram. He is dead. നിങ്ങൾ ആരെങ്കിലും ഗാന്ധി ഭവനിൽ ചെന്നേച്ച് ടി.പി. മാധവന്റെ ഇന്റർവ്യൂ അല്ല ആരും ചെല്ലത്തില്ല. Nobody will go to such deserted ഗ്ലോറി പോയി. Glory is lost. നോക്കിയേ, ഗ്ലോറി നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിന്റെ പ്രതാപത്തിൽ നിൽക്കേണ്ട അവസ്ഥയിൽ നീ അതുപോലെ നിന്നില്ലെങ്കിൽ നിന്നെ ആർക്കും വേണ്ടാന്ന്. You can't lose your glory. You will be rejected. ദൈവത്തിന്റെ അതേ സ്ഥിതിയിലേക്ക് നമ്മളെ ഓരോരുത്തരെ മാറ്റി. അതുപോലെ നിന്നില്ലെങ്കിൽ ആർക്കും നിന്നെ വേണ്ട. God has elevated us to His glory. If you lose that, nobody will want you. തോറ്റവരുടെ കൂടെ നിന്ന് ആരെങ്കിലും സെൽഫി എടുക്കൂ? Nobody will take a selfie with the failed ones. എല്ലാ വിഷയത്തിനും തോറ്റുപോയല്ലേ? Failed in all subjects. ഒരു സെൽഫി എടുക്കാം. Let's take a selfie. എടുക്കത്തില്ല. Nobody will do that. മൈൻഡ് ചെയ്യത്തില്ല. Nobody will bother about you. ജ്ഞാനിക്കേ മഹത്വം കിട്ടത്തുള്ളൂ. Only the wise will get glory. അതുകൊണ്ട് ഇന്ന് രാവിലെ പറയണം, ക്രിസ്തയേശുവിൽ ഞാൻ ജയാളിയാ. Christ Jesus, I am more than a conqueror. അല്ലാതെ നോക്കിയാൽ മൊത്തം സീറോയാണ്. Otherwise, പക്ഷെ യേശു ഉള്ളത് കൊണ്ട് ഹല്ലേലൂയ. തോറ്റു കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ, മൊത്തം തകർന്ന് തരിപ്പണമായി കിടക്കുക. പക്ഷെ യേശു കർത്താവിൽ ഞാൻ ജയാളിയാ. Christ Jesus, I am more than a conqueror. I'm more than a conqueror in Christ. I'm more than a conqueror ഞാൻ in Christ. ക്രിസ്തുയേശുവിൽ ജയാളിയാണ്. I am more than a conqueror in യേശുവിന്റെ ഒരു Christ. പ്രത്യേകത എന്താ? What is the speciality of Jesus? യേശുവിന്റെ പ്രത്യേകത പറയുന്നത് തോറ്റവരെ എല്ലാം ജയിപ്പിക്കുന്നവനാ. ഓൾ പാസ് കൊടുക്കും. He is specialized in making the failed ones win. യേശുവിനെ നിങ്ങൾ പലപ്പോഴും പറയുന്നത് ഇവൻ ജയിപ്പിക്കത്തില്ല. യേശു എല്ലാവർക്കും ഓൾ പാസ് കൊടുക്കുന്നവനാ. Jesus gives all pass to everyone. ആമേൻ, ഹല്ലേലൂയ. അവൻ താങ്ങി നിർത്തും. He will support us. അവന് നിനക്ക് വയ്യെങ്കിൽ അവൻ നിന്നെ ശുശ്രൂഷിക്കും. He will care for us. അതാ യേശുവിന്റെ മഹത്വം എന്ന് പറയുന്നതാ. That's His glory. അവന് യേശുവിന്റെ പ്രത്യേകത കണ്ടില്ലേ? പെട്ടെന്ന് ഇറങ്ങി വന്ന ശിശുമാർ കാല് കഴുകുന്നിട്ടില്ലേ? That's how He came. ഞാൻ മുതലാളിയാന്ന് പറഞ്ഞ് ഇരിക്കത്തില്ല യേശു. He did not say I am the owner. നമ്മളാന്നല്ലേ ഒരാളെ അങ്ങോട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു സ്റ്റാഫിനെ വെച്ച് കഴിയുമ്പോൾ നമ്മൾ മുതലാളിയായി. I am the boss. അല്ലേ? യേശു അങ്ങനല്ലേ? യേശുവിനോട് 12 പേരുടെയും ദാസനാകാൻ മനസ്സുള്ളവരാണ് യേശു. He had the heart to become a servant. എടാ ചെറുക്ക, മറ്റന്നാൾ നീ എന്നെ തള്ളി പറയും, നീ എന്നെ ഒറ്റിക്കൊടുക്കും, എന്നാൽ നിന്റെ കാല് കഴിയാൻ ഞാൻ തയ്യാറാ. I know that you will betray me, you will deny me, but I am ready to wash your feet also. ഹല്ലേലൂയ. എനിക്കും അറിയാം, പുറകിൽ നിന്ന് നീ കുത്തിയേച്ച് പോയാലും നിന്റെ കാല് ഞാൻ കെട്ടിപ്പിടിക്കും. You can stab me from the back, but I will wash your ആരാ ഇത് feet. പഠിപ്പിച്ചു? യേശു പഠിപ്പിച്ചതുകൊണ്ടാ. Because Jesus taught me that. തോറ്റവരുടെ പ്രത്യേകത എന്നറിയോ? തോറ്റവരുടെ പ്രത്യേകത Those who are failed, അവർക്ക് എപ്പോഴും നാണമാണ്. They are shy. They can't face anyone. ആരും കാണാൻ തല കുലിച്ചിങ്ങിട്ടിരിക്കും. those who are failed are always shy. യേശുവിന്റെ പ്രത്യേകത തോറ്റവരെ ജയിപ്പിക്കുന്നതാണെങ്കിൽ തോറ്റവരുടെ പ്രത്യേകത എന്താ? എല്ലായിടത്തും തല കുലിച്ചിരിക്കും. ചർച്ച വന്നാലും തല കുലിച്ചിരിക്കുക, നോക്കത്തില്ല, പാസ്റ്ററെ നോക്കത്തില്ല. They put their head down, those who fail. ഐ കോണ്ടാക്ട് വലിയ കുഴപ്പമാണ്. ഐ കോണ്ടാക്ട് വലിയ പ്രശ്നമാണ്. പിന്നെ കണ്ണിലോട്ട് നോക്കി പോയാൽ പിടിക്കപ്പെടത്തില്ലേ? They have a problem with eye contact. അതുകൊണ്ട് ഒന്നിൽ ആരുടെ പുറകെ പോയി മറിഞ്ഞിങ്ങനെ ഇരിക്കും. That's why they sit behind somebody. എന്നോടല്ലല്ലോ പറയുന്നതല്ലല്ലോ. And then you say this word is not for me. അപ്പൊ ഐ കോണ്ടാക്ട് തരത്തില്ല, അപ്പൊ കണ്ണിലോട്ട് നോക്കത്തില്ല. They don't look at your face. who is going to lose? ആർക്കാ പോയത്? ആർക്ക് പോയി? Who is a loser? ഹല്ലേലൂയ. ഇന്ന് പറ, യേശുക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. Thanks be to God who has given us victory through Jesus യേശുക്രിസ്തു മുഖാന്തരം Christ. ജയം തന്ന Thanks be to God who has given ഇത് us victory. നമുക്കറിയാമേത്തോണ്ട് ഇതിനകത്ത് എഴുതി വെച്ചേക്കേടാ കുഞ്ഞെ ഇങ്ങനെ പറയാൻ. It's written in the word, say like this. ആമേൻ, ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ മഹത്വത്തെ തന്നവനെ വഴി നടത്തുമെന്ന്. God's the glory of the kingdom who has given it to me will യേശു lead me. ജയിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും ജയിപ്പിച്ചു നിർത്തിയിരിക്കുക, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോന്ന് പറഞ്ഞു പോയവനല്ല അവൻ. Jesus did not say I've made you all pass, you do what you അവൻ want. പറഞ്ഞു, ഞാനൊരു രാജ്യം സ്ഥാപിച്ചിരിക്കുക. I have established a kingdom. ആമേൻ. അവിടുത്തെ എന്റെ സബ്ജക്റ്റ് ആയിട്ടല്ല നിങ്ങൾ ഇരിക്കേണ്ടത്. യു ആർ മൈ കിങ്. You are not to be subjects to the kingdom, but you are a പത്തനാപുരത്ത് king. നിന്ന് വന്ന അക്സയെ നോക്കിയിട്ട് യേശു പറയാണ്, നീ പത്തനാപുരത്ത് നിന്ന് ഫാം നടത്തുന്ന അനീഷിന്റെ ഭാര്യയല്ലേ, നീ അവിടെ വന്ന് പന്നിയുടെ രാവിലെ വന്നപ്പോഴേ ഒരു പന്നിയുടെ ചെറിയ നാറ്റമുണ്ട്. നീ അങ്ങനല്ല പറയുന്നത്, നിനക്ക് ഇനി എന്നോ നാറ്റമുണ്ടെങ്കിലും യു ആർ മൈ കിങ്.
She is not a queen, she is a king. Jesus looks at us and says, you are He a king. smelled. അവനിങ്ങനെ നമ്മളെ മണപ്പിച്ചു നോക്കി പറയാ, എന്റെ രക്തത്തിന്റെ മണം. Smell of my blood. I smell. മണത്തോർന്ന യേശുവിന്റെ ക്യാൻസറിന്റെ സ്മെല്ലല്ല, യേശുവിന്റെ ജീവന്റെ മണം. Not the smell of cancer, but the smell of life. നിങ്ങൾക്ക് മനസ്സിലാകുന്ന മരണത്തിന്റെ മണം മാറി യേശുവിന്റെ രക്തത്താൽ ജീവന്റെ മണം. Smell of death is gone, but the smell of life is there in Jesus. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ എന്താ പറയാ, മെഡിക്കൽ സയൻസ് പറഞ്ഞ you are completely free from it. That's why when she Declare it. got the test done, she is എല്ലാവരും completely ഇങ്ങോട്ട് free. ചൂണ്ടിട്ട് പറ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാണെങ്കിൽ ആ ശരീരത്തിന്റെ മേൽ ഒരു രോഗത്തിന്റെ അണുവും ഇനി ഇരിക്കത്തില്ല. I am redeemed by the blood of Jesus. No element of sickness can remain. നിങ്ങളെ തന്നെ ചൂണ്ടി, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാണെങ്കിൽ ഇതിനകത്തൊരു തോൽവി ഇരിക്കത്തില്ല, ഇതിനകത്തൊരു രോഗം ഇരിക്കത്തില്ല, ഇതിനകത്ത് ദൈവത്തിന്റെ മഹത്വമാണ് വസിക്കുന്നത്. You are redeemed by the blood of Jesus. No sickness, no failure can stay, but it's a glory that stays in me. പറ, യേശുവിനെ വഴി നടത്തും. Jesus will lead me. ഇപ്പൊ തടസ്സമുണ്ടെന്നേ യേശുവിനെ വഴി നടത്തും. Jesus will lead me. ഇതുവരെ ഈ സെക്കൻഡ് വരെ തടസ്സമുണ്ടായിരുന്നു, അടുത്ത സെക്കൻഡ് ഞാൻ ഉയരുകയാണ്. എന്റെ വായിൽ ചിരി, എന്റെ നാവിൽ ആർപ്പുമുണ്ടാകും. Till the second there were obstacles, but now Amen. Hallelujah. Hallelujah. മറ്റുള്ളവർ നിന്റെ മഹത്വത്തെ അവർ കാണും. Others will see your glory. മഹത്വം കാണാതിരിക്കാൻ മറ്റൊരു കാര്യമാണ് സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ വരൾച്ച, മുരടിച്ച, മുന്നേറ്റമില്ലാത്ത അവസ്ഥ. Another area that's opposite to glory is stagnation. എന്നും ഒരുപോലെ ഇരിക്കുക. Same stages. വന്ന് രക്ഷിക്കപ്പെട്ട കാലം തൊട്ട് ഒരു ചിരിയുമില്ല, മഹത്വം ഇങ്ങനെ ഒറ്റ ഇരിപ്പ. From the time you were saved, no smile on your ഇനി അടുത്ത 60 വർഷം ജീവിച്ചിരുന്നാലും ഇങ്ങനെ ഒറ്റ ഇരിപ്പ. face. ഇടയ്ക്കിടയ്ക്ക് അശോക് ലൈലാൻഡ് ബസിന്റെ ലോറിയുടെ കാറ്റ് വന്നില്ല, സ്തോത്രം. മുഖത്തോട്ട് നോക്കിയവൻ ചത്തു. സ്തോത്രം. No energy on your face. In between you say stotram. ഉറങ്ങുന്ന സമയത്ത് എന്തൊരു ശബ്ദം കേൾക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്. ഒരു വറപ്പിച്ച ഒരു കോടയിൽ ഒരു കാര്യവുമില്ല. No use. മുന്നേറ്റമില്ല. No progress. You are not going up. You are not going up. നീ മുകളിലോട്ട് കയറുന്നില്ല. You are not going up. ആത്മീയമായി മുന്നേറ്റമില്ലെന്ന്. No spiritual progress. നിന്ന് പോയി. You are stuck. ഏതോ ഒരു വാക്ക് കേട്ടിട്ട് അവിടെ നിന്ന് പോയി. Heard a word and you are stuck. മുമ്പോട്ട് there. പോകുന്നില്ല. Not ചോദിക്കട്ടെ, എന്തോ തട്ടി മുട്ടിയൊക്കെ പോകുന്നു. Somehow I am managing. കഴിഞ്ഞു പോകുന്നു. Somehow I am ചിലര് കാര്യം എന്നാ പറയാനാ. Oh, what do I say? വായില് ചിരിയും നാവിൽ ആർപ്പുമാ. എന്നാ പറയാനാ. No laughter in the mouth or singing on the tongue. നീ നിന്റെ വായിൽ ആരോഹണത്തിന്റെ ഗീതത്തെ വായി വെക്ക. Keep the song of ascent in your mouth. Hallelujah. Hallelujah. അത് കാണിക്കുന്നതാണ് ഒരു പുരോഗതിയും ഇല്ലെന്ന്. That means there is no progress. No growth. No spiritual growth. ഒരു ആത്മീയമായ വളർച്ച നിനക്കില്ല. There is no spiritual അത് growth. ദൈവത്തിന് ഇഷ്ടമല്ല. God doesn't like it. Do you think that God likes it? നിങ്ങൾ വിചാരിക്കുന്നു നീ ഇങ്ങനെ ഇരിക്കുന്ന ദൈവത്തിന് ഇഷ്ടമാണ്? ദൈവത്തിനൊരു മഹത്വം കിട്ടത്തില്ലെന്ന്. God doesn't get glory if you are stuck. ഒരാൾ വന്ന് ചോദിക്കുക, എന്റെ പാസ്റ്റർ ഇങ്ങനെ ആയെന്ന് ചോദിച്ചു കഴിയുന്ന പറയാം ദൈവത്തിന് മഹത്വം കിട്ടും. അപ്പൊ നീ ദൈവത്തിന്റെ മഹത്വമുള്ള വർത്താനം നീ പറയാൻ തുടങ്ങും. You have to speak glorious words of the Lord. എന്റെ അടുക്കൽ വരുന്ന ഒരുത്തൻ തളർന്ന് ക്ഷീണിച്ച് പോകത്തില്ല, എന്റെ അടുക്കൽ വന്നില്ല പിമ്പിരിയായിട്ട് ഞാൻ വിടത്തുള്ളൂ. Somebody comes to me, they don't go tired. I make them energetic. പ്രശ്നമായിട്ട് വരുന്നവൻ പ്രശ്നമായിട്ട് കുറച്ചുകൂടി ഇരിക്കട്ടെ പറഞ്ഞ് ഒരു ടണ്ണൂടെ എടുത്ത് ഞാൻ മണ്ടയ്ക്ക് വെച്ച് ഞാൻ വിടത്തില്ല, അവനെ ഞാൻ ഫ്രീ ആക്കി വിടും. I don't burden പിന്നെ നീ anybody. വഴക്കുണ്ടാക്കാനായിട്ട് വരുന്ന നീ വഴക്കുമായിട്ട് പോത്തേ ഉള്ളൂ. But if you're coming to fight with me, you will go with that. നീ കാര്യം എന്ന് പറഞ്ഞ് ആർഗ്യൂ ചെയ്തൊന്ന് എന്റെ അടുക്ക ചെയ്തില്ല. കാര്യം എന്റെ പേഴ്സണൽ ലൈഫിനകത്ത് ഞാൻ കണ്ടതാണ് എന്റെ കർത്താവിന്. I have seen it in my നിന്റെ life. സ്ക്രിപ്ചറൽ ആർഗ്യുമെന്റ് എന്റെ അടുക്ക നടക്കത്തില്ല. I have tasted him. Your argument won't work with me നീ because ആ വാക്യം എടുത്താൽ ഈ വാക്യം എടുത്ത് എന്റെ പ്രശ്നം എനിക്കൊരു കാര്യം, എന്റെ കർത്താവ് ജീവിക്കുന്ന കർത്താവാ. My God lives and I've tasted him. നിന്റെ അകത്തെ പരീക്ഷണയും കൊണ്ട് എന്റെ അടുക്ക വരുന്നു, നിന്റെ അകത്തെ കൃപയുടെ ജയാളിയും കൊണ്ട് എന്റെ അടുക്ക വാ. Don't come with a Pharisee mind, come with grace. Hallelujah. Hallelujah. കുഞ്ഞാ, നീ ഒരു കാര്യം വിചാരിക്കുക, നിന്നെ ഇവിടെ കൊണ്ടുവന്നത് തന്നെ നീ മുന്നേറാനാ വേണ്ടിയാ. You must understand you are here so that you will progress and grow. Listen to me. കുഴഞ്ഞവിടെ നിൽക്കരുത്. Please don't get പഴയത് stuck. പിടിച്ചോണ്ട് നിൽക്കരുത്. Don't hold on to the old. യേശു വരുമ്പോ പോകണം. അപ്പൊന്നേ
I want to go when Jesus comes. ഇവിടെ നന്നായിട്ട് ജീവിക്കാനല്ലേ യേശു ഇവിടെ രാജ്യം ഉണ്ടാക്കി വെച്ച്. Jesus wants us to live well here. That's why he established a kingdom. ഇവിടെ ജീവിച്ച് കാണിക്കുക. യേശുവിനെ പോയിക്കോ, ഇവിടെ ജീവിച്ച് കാണിക്കുക. First you live properly here. ദരിദ്രവാസിയായിട്ടിരുന്ന എങ്ങനെ നോക്കുന്നത്? Here you are a pauper. ഇവിടെ നീ ഒന്നുമില്ലാത്തവനായിട്ടിരുന്ന നമുക്ക് ഇവിടെ ആരോഗ്യമില്ല, ഒന്നുമില്ല, ഒരു മഹത്വമില്ല. നിന്നെ കണ്ടെത്തുന്ന ദൈവത്തിന് എന്തോ മഹത്വം കിട്ടാനാ? No wealth, no health. What glory God will get out of you? ഹല്ലേലൂയ. രാജ്യത്തെ ഇവിടെ കാണിച്ചു കൊടുക്കുക. Show the kingdom here. ഇപ്പോഴെന്തോ എല്ലാം യേശുവിനെ പോണെന്ന് പറഞ്ഞിട്ട് മുഴുവൻ വാ തുറന്നാ കുറ്റം പറച്ചില്ല. മുഴുവൻ You are completely talking ill. ദേഷ്യം, anger, ഒരു താഴ്മയുമില്ല, no humility. എന്നിട്ട് പോകാനിരിക്കുക. And then you want to go to when Jesus comes. How will that work? ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുക. അതിനല്ലേ നമ്മൾ ഇവിടെ സാക്ഷികളാക്കി വെച്ചിരിക്കുന്നത്. You are here to reveal the glory of God. വളർച്ചയില്ലാതെ നിൽക്കാൻ സമ്മതിക്കരുതല്ലോ ഒരിക്കലും. Please don't ever be stagnant. അടുത്തൊരു കാര്യം ബന്ധനം, ബോണ്ടേജ്. Next is bondage. ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന കാര്യം. വിവേകമില്ലാത്തതുകൊണ്ട് വന്നു ചേരുന്നത് ഇതെല്ലാം. ദൈവത്തിന്റെ ജ്ഞാനത്തിനകത്ത് ഇതൊന്നുമില്ല. പിന്നെ ഞാൻ പറയുകയാണ്, പക്ഷേ ജ്ഞാനത്തിലേക്ക് നോക്കാതെ നിന്റെ വിവേകത്തിൽ നീ ഊന്നി നിൽക്കുമ്പോൾ വരുന്ന സാധനങ്ങൾ ഇതൊക്കെ സ്റ്റാഗ്നേഷൻ ഒക്കെ. There is no bondage in Christ. What all things it is I am speaking about your health and wealth and your വളർച്ചയില്ലായ്മ, your stagnation. Now it is your bondage. നീ ബന്ധനത്തിനകത്ത് പെട്ടുകിടക്കുക. It is because of ignorance that you are in bondage. ഈജിപ്തിൽ ഇസ്രായേലൈറ്റ്സ് കാരണം ഈജിപ്തിൽ ദൈവത്തിന് വല്ല മഹത്വം കിട്ടുമോ? When Israelites were in Egypt, God did not get glory. ഫറോ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ, ഫറോ എന്ന് പറയുന്ന ഒരുത്തന്റെ പേരല്ല. ഫറോ എന്ന് പറയുന്ന ഒരു പൊസിഷൻ, ചീഫ് മിനിസ്റ്റർ എന്നൊക്കെ പറയുന്നില്ല, പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നില്ല, പ്രസിഡന്റ് എന്ന് പറയുന്നില്ല, ഒരു പേരാണ്, ഒരു സ്ഥാനമാണ് ഫറോ. ഫറോ മീൻസ് ഗ്രേറ്റ് ഹൗസ്, വലിയ വീടെന്ന. Pharaoh is not the name of an emperor, it's a position which means great house. ഫറോ ആയിട്ട് വരുന്ന ഒത്തിരി പേരുണ്ട്, പേരുകൾ ഒത്തിരി ഉണ്ട്. പക്ഷെ ഫറോ എന്ന് പറയുന്ന വലിയ വീടെന്ന്. അങ്ങനെ നമ്മുടെ ഇവിടെ ഒക്കെ വലിയ വീട്ടിൽ നിന്നൊക്കെ പേരിട്ടു. Pharaoh means great വലിയ വീട്ടിൽ നിന്ന് പേര് കാണുമ്പോഴേ നമ്മൾ കണ്ടോണം അവിടെ ഒരു ഫറോ ഉണ്ടെന്ന് വിചാരിച്ചു. If you hear റമീസ് ആണെന്ന് നോക്കിക്കോണം അവിടെ ഇരിക്കുന്നത്. You have to see if it is a മോശയുടെ സമയത്തുണ്ടായിരുന്ന റമീസ് ആയിരുന്നു. Ramis is the name of the Pharaoh. മനസ്സിലായോ? ഫറോ. അവിടെ ദൈവത്തിന് വല്ല മഹത്വം കിട്ടുമോ? ഇവരുടെ ദൈവത്തിന് വല്ല മഹത്വം കിട്ടുമോ? When children of Israel were in Egypt. കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയാത്ത എല്ലാത്തിന്റെ പേരെന്തുവാ? ബന്ധനം, ബോണ്ടേജ്. Everything that cannot give glory to God is bondage. അഞ്ചാമത്തെ കാര്യം, ഗ്ലോറിക്ക് അഗൈൻസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് സോറോ, സങ്കടം. The fifth point which is against glory. എപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടിരുന്നാൽ ദൈവത്തിന് വല്ല മഹത്വം കിട്ടുമോ? Always sad, God doesn't get glory. ഈ കാര്യം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്ന ദി ആബ്സെൻസ് ഓഫ് ഗ്ലോറി. മഹത്വം എന്താണെന്ന് അറിയാൻ വയ്യാത്തോണ്ട് സംഭവിക്കുന്ന ഈ കാര്യങ്ങളല്ല. All these things happen because you don't know what glory is. ജോസഫിന് മക്കളുണ്ടായപ്പോ ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിനകത്ത് 51, 52 വാക്യങ്ങൾ വായിക്കുമ്പോൾ ജോസഫിന് 2 മക്കളുണ്ടായി അല്ലേ? Genesis 41, Joseph had 2 sons. മക്കളുണ്ടായവരുടെ മനശ്ശേക്ക് പേരിട്ടെങ്ങനെയാണെന്നറിയോ? How did he name Manasseh? മനശ്ശേക്ക് പേരിടുന്ന ഇങ്ങനെയാണ് ആ പേര് എഴുതിയിരിക്കുന്നത്: എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനം ഒക്കെയും എന്നെ ദൈവം മറക്കുമാറാക്കി. God, let me forget all the sorrows of my father's house. Causing to forget എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറക്കുമാറാക്കി. God made me forget my എന്ന് പറഞ്ഞ sorrows. സങ്കടമില്ലെന്നാണോ? സങ്കടങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ദൈവം മറക്കുമാറാക്കി. There was sorrow, but God നമ്മുടെ made എല്ലാം me ജീവിതത്തിനകത്ത് forget. കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതും പിടിച്ചോണ്ട് നടക്കില്ല. ദൈവത്തിന്റെ മഹത്വത്തെ പിടിച്ചപ്പോ ഇതെല്ലാം മറക്കുമാറാക്കി. When we touch the glory of God, എന്റെ God സകല made me കഷ്ടതയും forget. എന്റെ പിതൃഭവനം ഒക്കെയും ദൈവം എന്നെ, ഞാനതും പിടിച്ചോണ്ടിരിക്കത്തില്ല. I don't want to hold on to that because ഞാൻ God made റിവെഞ്ച് me ഇല്ല, പക്ഷെ forget. മറന്നിട്ടൊന്നുമില്ല. ഞാൻ അത് ഓർത്തിരിക്കാൻ പറഞ്ഞ് നമ്മളിപ്പോഴും ഓർത്തോണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമുക്ക് ഈ ഗ്ലോറി വെളിപ്പെടുത്താൻ കഴിയാത്തത്. But we are holding on to those things and says, I cannot forget. That's why you are not able to reveal ഇന്ന് glory. അവിടെ ഇരുന്നോണ്ട് പറയാം, എന്റെ സങ്കട ദിനങ്ങളെ ഞാൻ മറക്കുന്നു. I am forgetting my sorrows. രണ്ടാമത്തെ മോന് പേരിടുമ്പോ എഫ്രൈമിന് പേരിടുന്നു പറഞ്ഞ, എഫ്രൈമിന് എങ്ങനെ പേരിടുന്നത്? സങ്കട ദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു. God has made me increase in the land of sorrow. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? സങ്കട ദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവന് എഫ്രൈം എന്ന് പേരിട്ടു. He named the second son as Ephraim because God made me fruitful. അർത്ഥം വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പം സത്യത്തിൽ ഫ്രൂട്ട്ഫുൾനെസ്സിനെ കാണിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്ഫുൾ. എഫ്രൈം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്ഫുൾ. Ephraim means God made me fruitful. Hallelujah. Hallelujah. അപ്പൊ എവിടെയാണ് നീ വർദ്ധിച്ചത്? നിന്റെ സങ്കടദേശത്ത്. In the land of my trouble. നോക്കിയേ, ഇപ്പൊ നിങ്ങളിരിക്കുന്ന നിങ്ങൾ ചെയ്യുന്ന ജോലിക്കകത്ത്, നിങ്ങളുടെ ബിസിനസ്സിനകത്ത് കഷ്ടമുണ്ട്. ആ കഷ്ടത്തിനകത്ത് നിങ്ങൾ വീട് വിട്ടിട്ട് വേറെ സ്ഥലത്തോട്ട് പോകുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായ വീടിരുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തണം. Ephraim means
that God called me fruitful in the land of my affliction. ഈ വിറ്റുപോകുന്നവരുടെ എന്നെ പറയാം, തോറ്റുപോയതിന് അടയാളം വിറ്റുപോകുന്നത്. നീ വിൽക്കരുത്, അവിടെ ഇരുന്നു കൊണ്ട് നീ ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തണം. Don't sell off and go reveal God's ഈ glory കഴിഞ്ഞ in that ദിവസം ഞാനൊരു place. ടെസ്റ്റിമണി കേട്ടത് റാന്നിയിലുള്ളത്. ലീലമാമിക്ക് ഒരു പക്ഷേ അറിയാം. ലീലമാമിക്ക് അറിയാൻ എനിക്ക് പറഞ്ഞു വരുന്നത്. എനിക്ക് അപ്പച്ചൻ്റെ പേരറിയത്തില്ല. അദ്ദേഹമാണ് റാന്നി ദേശത്ത് ആദ്യം ഈ പെന്തക്കോസ് പ്രസ്ഥാനങ്ങളൊക്കെ വരുന്ന സമയത്ത് റാന്നിയിൽ ആദ്യം പെന്തക്കോസിലേക്ക് വന്നത് ആചാരം. I heard the story of an old Achan who came to the Pentecostal movement first from Rani. ലിജോ പെട്രോസ് എന്ന് പറഞ്ഞൊരു മോനുണ്ട്. ഇവിടെ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ പാട്ടുകളൊക്കെ നന്നായി പാട്ട് എഴുതുകയൊക്കെ ചെയ്യും. അപ്പോൾ അവൻ്റെ പാട്ടിൻ്റെ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി അവൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ വീട്ടിലാണ് ചെല്ലുന്നത്. He went to this house for shooting one of his songs, someone named Lijo Patros. അപ്പം ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തുന്ന ആള് ഈ മോനോട് ലിജോയോട് പറഞ്ഞു, ഈ വീടിനൊരു ചരിത്രമുണ്ട്. And then the one who was taking care of the house said there's a history behind this house. പെന്തക്കോസ്ത് നാളുകളിൽ ആദ്യത്തെ അനുഭവങ്ങളിൽ ആദ്യം ഇറങ്ങി വന്ന ഒരു അപ്പച്ചനായിരുന്നു ഇവിടുത്തെ അപ്പച്ചൻ. The grandfather here came to the Pentecostal movement for the first time here in this place. അദ്ദേഹം ആ സ്ഥലത്ത് ഒത്തിരി നിന്ദിക്കപ്പെട്ടു. He was put to shame greatly in that place. യേശുവിന് വേണ്ടി നിന്നതിൽ ഒത്തിരി അപമാനിക്കപ്പെട്ടു. He was ridiculed for standing for Jesus. ഒരു ദിവസം ഇദ്ദേഹം എങ്ങാണ്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ മഴ പെയ്തു. One day he was returning from a place and it rained. മഴ പെയ്തപ്പോൾ ഒരു കടത്തിണ്ണയിൽ ഓടിക്കേറിയിരുന്നു. He took shelter at a shop. ഇദ്ദേഹം കടത്തിണ്ണയിലോട്ട് ഓടിക്കേറി ചെന്നപ്പോൾ അവിടെ നിന്നൊരു ആ കടക്കാരും അവരെല്ലാം അങ്ങ് കളിയാക്കി. And people standing around the shop ഒത്തിരി started making fun of him. പരിഹസിച്ചു. ആൾ അവിടെ നിന്നുകൊണ്ട് കരഞ്ഞോണ്ട് ആ മഴയത്ത് ഇറങ്ങി നടന്നു വീട്ടിൽ പോയി. People around there insulted him, and so he left the place crying and weeping. ഈ ആള് പറയുമായിരുന്നു, ഈ മോനോട് പറയുമായിരുന്നു, ഇന്ന് ആ കടയിരുന്ന സ്ഥലങ്ങൾ മുഴുവൻ ആ പിള്ളേരുടെയാണ്. Today the entire land where the shop belonged to his children. ഈ പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് വലിയൊരു ഹ്യൂജ് ഹൗസ് ആണ്. അത് പറഞ്ഞ ആ പ്രദേശത്തുള്ള മുഴുവനും അപ്പച്ചന്റെ പിള്ളേർ വാങ്ങിച്ചു. This grandfather's children bought the entire land in that area. What I am trying to say, നീ ഇന്ന് കർത്താവിന് വേണ്ടി വന്ന നിന്റെ തലമുറകൾ മഹത്വം കാണും. Today if you stand for the Lord, your നീ ഇറങ്ങിയപ്പോൾ നിന്നകൾ വന്നു കാണും. നീ ഇറങ്ങിയപ്പോൾ ബുദ്ധിമുട്ടിപ്പിച്ച് കാണുമായിരിക്കാം. പക്ഷെ നീ നിന്നാൽ, നീ ഉറച്ചു നിന്നാൽ നിന്റെ തലമുറ ഈ പറയുന്ന വർദ്ധനം നിന്റെ സങ്കട ദേശത്ത് അവൻ എന്നെ വർദ്ധിപ്പിച്ചെന്ന് പറയും. Maybe when you came out you would have seen affliction, but then you will say, in the land of my affliction God has made me fruitful. Hallelujah. Hallelujah. ഒരു വർദ്ധന വേണ്ടി എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? How many of you desire an നിന്നയുണ്ട്, increase? പരിഹാസമുണ്ട്, നിനക്കത് വിടാൻ പറ്റും. നീ അവിടെ ഇവിടെ കൂടെ ചവിട്ടി നിൽക്കുന്നത് നിനക്ക് വിടാൻ പറ്റും. നിന്നെ നീ ഏറ്റെടുത്താൽ നിന്റെ തലമുറ മഹത്വം കാണും. If you take up that insult, your generation will be blessed. ആമേ. ചിലർക്ക് ഈ രണ്ട് വള്ളത്തെ സഞ്ചരിക്കുന്ന ഭയങ്കര ഇഷ്ടം. ഞാൻ I don't say anything to them, but see, നിങ്ങൾ മറന്നു പോയിരിക്കും, തലമുറ ഒരിക്കലും മഹത്വം കാണത്തില്ല. Maybe some of you want to travel in 2 boats, but your generation won't see the glory. Hallelujah. Hallelujah. ഒരു കാര്യം നമ്മുടെ ഒരു കാര്യത്തിനകത്തേക്ക് സ്റ്റെപ്പ് വെച്ചിറങ്ങിയാണ്, മറ്റേ കാലിലൂടെ എടുത്തോണം. You are taking a step towards something, take the other people. അല്ലെങ്കിൽ ഇതിനൊരു അവസാനമില്ല. ഈ ബന്ധനത്തിനകത്തേക്ക്, സങ്കടത്തിനകത്തേക്ക് നമ്മൾ അറിയാതെ പെട്ടുപോകും. Otherwise you will get into sorrow. Amen. This is that day. Take a good decision. ഇന്നൊരു നല്ല തീരുമാനം എടുക്കുക. ഞാൻ യേശുവിന്റെ പിന്നാലെ ഇറങ്ങി ഞാൻ അവന്റെ മഹത്വം കാണും. Today take a good decision that I have gone after the Lord and I will go and സദൃശ്യവാക്യം follow him. 3:35 അതുകൊണ്ടാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം പറയുന്നത് ജ്ഞാനം, ദൈവത്തിന്റെ ജ്ഞാനം, മഹത്വം ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ഉണ്ടാകുന്നതാണ്. Glory comes in the wisdom of God. ജ്ഞാനികൾ മഹത്വത്തെ അവകാശമാക്കും. Wise shall inherit glory. അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. അടുത്ത വാക്ക് കണ്ടോ? Look at the next verse. മൂഢൻ The fool. മൂഢൻ ഉയരത്തില്ല, അവൻ അപമാനമേ ഉണ്ടാകത്തുള്ളൂ. The fool will always have shame. ഒരിക്കലും മൂഢനാകരുത്. Don't be a fool. മൂഢനാകുന്നത് എങ്ങനെയാ? How do you become a fool? എങ്ങനെ മൂഢനാകുന്നത്? സങ്കീർത്തനം 14:1 പറയുന്നത് ദൈവമില്ലെന്ന് ചിന്തിച്ചു പോകും. Psalm 14:1 says, the fool says in his heart, Listen there to is me. no God. See, മൂഢൻ ദൈവമില്ലെന്ന് പറയും. He says there is no God. വിശ്വാസി എന്താ പറയുന്നത് അറിയോ? പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്ന് വാഗോണ്ട് പറയും. Believer will say, he will pray and he will say there is no use in praying. He is a believing fool. He is called a believing fool. മറ്റവൻ ദൈവമില്ലെന്ന് പറയുന്ന മൂഢൻ, ഇവൻ ദൈവത്തെ അറിഞ്ഞിട്ട് ഒന്നും നടക്കത്തില്ലെന്ന് പറയുന്ന അവനേക്കാളും തരം താണ മൂഢൻ.
One will say there is no God, the other will pray and say there is no use in prayer. He's a great എബ്രായർ fool. 11:6 നിങ്ങൾ ശ്രദ്ധിക്കുക. കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഓൾവേസ് ഈസി ടു ബിഗിൻ വിത്ത്. തുടങ്ങാനൊക്കെ എളുപ്പമാണ്. പെട്ടെന്ന് കേട്ടു ഇറങ്ങി ഓടി ചർച്ചിൽ വരും, ചർച്ചിനകത്തൊക്കെ വന്ന് ഭയങ്കര ഉത്സാഹത്തോടൊക്കെ ഇരിക്കും. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ച് ഗ്രൂപ്പിൽ ഒരിക്കലും പ്രകാശനില്ല, എന്തെങ്കിലും നിങ്ങൾ ഇതിനകത്ത് ഇരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ദൈവിക നന്മകൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് കൈയൊന്ന് ഉയർത്തി കാണിച്ചേ. Those who received any ഞാൻ good things ഉയർത്താൻ from the എനിക്ക് Lord, രണ്ട് lift up കൈയും your രണ്ട് കാലും hands. കൂടെ ഞാൻ ഉയർത്തും അല്ലേ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? എബ്രായർ 4 അധ്യായത്തിന്റെ 6 വാക്യം, 6 അധ്യായത്തിന്റെ 4 വാക്യം, ഒരിക്കൽ പ്രകാശനം ലഭിച്ചു. Hebrews 6:4. Once you നന്മ were കിട്ടിയിട്ടുണ്ടോ? നന്മ enlightened. കിട്ടിയിട്ടുണ്ടോ? എങ്കിലും അതിന്റെ അർത്ഥം എന്താ? ഒരിക്കൽ പ്രകാശനം, വെളിച്ചം Once you വന്നു. were enlightened. വെളിച്ചം വന്നു, സ്വർഗത്തിലെ ഗിഫ്റ്റുകൾ കിട്ടി. ഏതാണ് Taste of നടക്കുന്നില്ല, the heavenly രോഗം gift. മാറിക്കാണും, ബുദ്ധിമുട്ടുകൾ മാറി, എന്തൊക്കെ ഗിഫ്റ്റുകൾ കിട്ടി. Some gifts you received. സന്തോഷം വന്നു നിങ്ങളുടെ അകത്തൊരു ഇവിടെ വന്നിരിക്കുന്നവരിന് ഐ ഫീൽ ലൈക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. I don't feel like leaving this place. ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ എനിക്കായിട്ട് തോന്നുന്നില്ല. എന്തോ ഇവിടെ വന്നിരിക്കുന്ന ഭയങ്കര ഒരു സമാധാനം പാസ്റ്റർ I feel great peace being എന്ന് പറഞ്ഞു here. കഴിഞ്ഞാൽ ഒരിക്കൽ പ്രകാശം ലഭിച്ചു. അത് വാക്യം മാറ്റിക്കൊണ്ട് പോകാതെ, ഒരിക്കൽ പ്രകാശം ലഭിച്ച് സ്വർഗീയ ദാനം ആസ്വദിച്ചു. Tasted the heavenly gift. പിന്നെ അടുത്തെന്ന് പറഞ്ഞു, ഇത്രയും നാളെ ഞാൻ വായിച്ചിട്ട് മനസ്സിലാത്ത കാര്യമൊന്നുമില്ല, ഇന്ന് മനസ്സിലായി. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിന്റെ ചില ആലോചനകൾ കിട്ടി. You received the counsel of the Holy Spirit. There you got connected to the Holy Spirit. പരിശുദ്ധാത്മാവിനെ ഒന്ന് നിനക്ക് മനസ്സിലാകാൻ തുടങ്ങി. And you began to understand and connect it to the Holy Spirit. പ്രാപിക്കുകയും, അടുത്തത് കണ്ടില്ലേ, അടുത്ത വാക്യം കണ്ടില്ലേ, പ്രാപിക്കുകയും. നെക്സ്റ്റ് വേഴ്സ്, ദൈവത്തിന്റെ നല്ല വചനം. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? Tasted the എത്ര പേര് good സ്തോത്രം word of പറയാം? God. ദൈവത്തിന്റെ നല്ല വചനം കേട്ടവരൊക്കെ ഒരു സ്തോത്രം പറ. Those who heard the good word of the Lord begin to praise God. See, when I preach, when I teach, when I minister, ഞാൻ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. When I speak and preach, I speak ഞാൻ historical എന്റെ പുറകെ പോയി things. കഷ്ടപ്പെട്ടിട്ട് കണ്ടുപിടിച്ചോണ്ട് വരുന്ന ഓരോന്ന്. I work hard to preach. നിങ്ങളൊന്നും ചെയ്താൽ നിങ്ങൾ വെറുതെ വായം പൊളിച്ചിരിക്കുന്ന എന്റെ കുഴപ്പമല്ല. ഹിസ്റ്ററി എന്താന്ന് പോയി പഠിക്കുക. I go learn history. ഹിസ്റ്ററി പഠിക്കണം. You have to learn. ഹിസ്റ്ററി അറിയാമത്തിന്റെ കുഴപ്പം. Problem is you don't know history. അപ്പോഴതിനകത്ത് ദൈവത്തിന്റെ വചനത്തിനൊരു ശക്തി ഉണ്ടാകുന്നു. That's how the word gets power. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ഈ 5 ഘട്ടമുണ്ടെന്ന് പറഞ്ഞതിന്റെ കാര്യം അത് സയൻസാ. I spoke about the 5 layers of atmosphere, which is science. ചുമ്മാ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം തറവാ. അതുകൊണ്ടാണ് പറഞ്ഞത് കുറച്ച് സയൻസും കുറച്ച് ബയോളജിയും കുറച്ച് മാത്സും എല്ലാം കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് ഈ വചനം പൂർണ്ണമായിട്ട് മനസ്സിലാകത്തുള്ളൂ. You need to learn a little bit of maths, biology and science to understand the word of God well. അപ്പൊ വരുവാനുള്ള ലോകത്തിന് പറഞ്ഞ ഇതാ ദൈവരാജ്യം എന്ന്. അന്ന് എഴുതുമ്പോൾ വരുവാനുള്ള കാലമായിരുന്നു. അതാ ദൈവരാജ്യം എന്ന് പറയുന്നത്. വരുവാനുള്ള കാലത്തിന്റെ ശക്തി, ദൈവരാജ്യത്തിന്റെ ശക്തി ആസ്വദിക്കുന്നുണ്ടോ? The powers of the world come, which means the powers of the kingdom of God. Are you ദൈവരാജ്യത്തിന്റെ ശക്തി എന്ന് experiencing പറയുമ്പോൾ it? 3 കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതാണ്: നീതി, സമാധാനം, സന്തോഷം. Righteousness, peace and joy. അത് ആസ്വദിക്കുന്നുണ്ടോ? Are you enjoying? അങ്ങനെയുള്ളവർ പിന്മാറിപ്പോയാൽ If such people when പറഞ്ഞില്ലേ, they fall ആദ്യം away, വന്നിട്ട് അയ്യോ എന്തൊരു സമാധാനമായിരുന്നു. അതാ ദൈവരാജ്യം നിങ്ങൾക്ക് ബോധ്യമാകാൻ തുടങ്ങി. initially you had great peace because you tasted the പാസ്റ്ററെ kingdom. അവിടെ ഇരുന്നൊരു സമയം പോയി ഞാൻ തിരിഞ്ഞു ക്ലോക്കിലോട്ട് നോക്കി, അയ്യോ ഇത്ര സമയമായെന്ന് പറഞ്ഞു. അതിന്റെ കാര്യം എന്തുവാ? നീ സമാധാനത്തോടെ ഇരുന്നു അത്ര നേരം. You didn't know how time നീ passed, മുള്ളേ which means you were നിൽക്കുകയല്ലേ, at peace. മുള്ളേ നിൽക്കുമല്ലരുത്, മുള്ളേ നിന്ന് മുള്ളിക്കൊണ്ട് നിൽക്കുക. You were not on peace. സമാധാനത്തോടെ ഇരുന്നില്ലേ? ഇവിടെ ഇരുന്നപ്പോ തണുപ്പ് തോന്നിയില്ലല്ലോ. You didn't feel it too cold. ഹല്ലേലൂയ. ഇല്ലേ, തോന്നിയില്ലല്ലോ. സമയം പോയത് അറിഞ്ഞില്ലല്ലോ. സമാധാനം വന്നതിന്റെ കാര്യം. You had peace. അങ്ങനെയുള്ളവർ പിന്മാറിപ്പോയാൽ When they fall away, എനിക്കറിയത്തില്ല, ഞാൻ പിന്മാറിയിട്ടില്ല. പിന്മാറാനുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട് കേട്ടോ. മനസ്സുകൊണ്ട് അകന്നു പോകുന്നതിന് ഈ പിന്മാറിയെന്ന് പറഞ്ഞ മനസ്സുകൊണ്ട് going far away in heart is falling away. അപ്പൊ ഞായറാഴ്ച ആയിരിക്കും എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും വെക്കുന്നത്. ഞാൻ പറയാം, ഞായറാഴ്ച കല്യാണത്തിന് കഴിവതും പോകാതിരിക്കുക. ശനിയാഴ്ച വൈകിട്ട് അവിടെ പോയെന്ന് പറയാം, ഞങ്ങളുടെ പാസ്റ്റർ ഭയങ്കര പന്നന. ചെന്നില്ല, അയാൾ കാലേ വാരി നിലത്തടിക്കും എന്നൊക്കെ എന്നെ അങ്ങ് പറഞ്ഞു. പറയണ്ടായോ? അങ്ങനെ പറയത്തില്ലല്ലേ. Avoid all engagements on a Sunday. Put the blame upon me. Put the blame on the pastor. എനിക്ക് സ്കിപ്പ് ചെയ്യാൻ ഒക്കത്തില്ല. I can't skip Sunday service. I can skip meals. I can ആഹാരങ്ങൾ skip വേണേ സ്കിപ്പ് meals. ചെയ്യാം, പക്ഷെ വർഷിപ്പ് I can't skip worship. ആരാധന അതിനകത്ത് കാണിക്കുന്നത് നീ പിന്മാറാതിരിക്കാനുള്ള. That shows that you are not falling പിന്മാറിപ്പോയ away. എന്തോ സംഭവിക്കും? അടുത്ത വാക്യം When കാണിച്ച് you 6-ാമത്തെ fall away, വാക്യം. what happens? തങ്ങൾക്ക് തന്നെ അവരെന്തോ ചെയ്യുന്നത്? Tell me. ദൈവപുത്രനെ, അതായത് യേശു കർത്താവിനെ വീണ്ടും ആരായി മാറും?
They crucify the Son of God afresh. You become a persecutor. And you persecute Jesus. കർത്താവിനെ ക്രൂശിക്കുന്നവർക്ക് അവന് ലോകത്തിന് അപമാനം വരുത്തുന്നവരും ആകെ കൊണ്ട് ഈ മൈൻഡ് അങ്ങനത്തെ മൈൻഡ് സെറ്റിലോട്ട് വന്നാൽ മൈൻഡിനെ മാറ്റാൻ ഒക്കത്തില്ല. You come to such a mindset, it's difficult for your mind to change. മനസ്സിലാകുന്നുണ്ടോ? ഇതിനകത്തൊക്കെ വന്ന് ഇരുന്നേച്ച് സന്തോഷം സമാധാനം അയ്യോ എന്റെ കർത്താവേ സ്വതന്ത്രം എന്ന് പറഞ്ഞേച്ച് പുറമോട്ട് നീ സ്റ്റെപ്പ് വെക്കുമ്പോൾ നിന്നെ കറക്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല. പിന്നെ you come here, enjoy the peace and take a step back. ആർക്കും നിന്നെ തിരുത്താൻ ഒക്കത്തില്ല. നീ മാറിപ്പോകും. You will fall away. പിന്മാറ്റം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് ഒരു ആഴ്ച കൊണ്ട് സംഭവിക്കുന്നില്ല, ക്രമേണ സംഭവിക്കുന്ന. Backsliding happens gradually. അതുകൊണ്ടാ പറഞ്ഞത് നെവർ സ്കിപ്പ് സൺഡേ വർഷിപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന മീറ്റിങ്ങുകളൊന്നും സ്കിപ്പ് ചെയ്യില്ലെന്ന് പറയുന്നതിന്റെ കാര്യം മനസ്സ് മാറിപ്പോകും. മനുഷ്യന്റെ മനസ്സല്ലേ മാറിപ്പോകും. Because our mind can deceive us. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു ഇവിടെ ഇരുന്ന് കേൾക്കുന്ന കാര്യം നിങ്ങളുടെ വളർച്ചയ്ക്ക് നല്ലതാണെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? How many of you believe the hearing is good for your growth? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. You shouldn't skip. കാര്യം നിങ്ങളുടെ ആത്മീയമായിരിക്കുന്ന ശക്തിക്ക് ബലത്തിന് വേണ്ടി ഉള്ളതാണെങ്കിൽ മാറരുത്. If this is for your spiritual empowerment, do അതുകൊണ്ട് not എന്നാ fall പ്രശ്നം away. എന്നറിയോ? പിന്നെ അവരെ മാനസാന്തരം അവർക്ക് റിപ്പന്റൻസ് മെറ്റനായ അവരുടെ മൈൻഡിനെ മാറ്റാൻ കഴിയത്തില്ല. It's very hard to bring them to repentance. ചിന്താഗതിയെ മാറ്റാൻ കഴിയത്തില്ല. It's hard to bring them to repentance. ചിലർ കണ്ടില്ല എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടല്ലേ? Some people stand up. മനസ്സുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കും, പിന്നെ ഇരിക്കത്തില്ല അവർ. In their mind they are ready to go, they won't. പിന്മാറ്റം എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുക. Backsliding is standing up in your mind. Backsliding, that is the exact word. Backsliding. കാര്യം മനസ്സുകൊണ്ട് പിന്മാറിപ്പോയി. You are backsliding in your mind. ഇന്ന് മനസ്സിനോട് സംസാരിക്കും. എന്റെ മനസ്സേ, talk to your മനസ്സ് mind. ഭയങ്കര അപകടകാരനാ. Mind is dangerous. മൈൻഡ് മാറിപ്പോയാൽ മുഴുവൻ പോവും, പിടിപോവും. Mind changes, everything changes. നിങ്ങൾക്ക് പിന്നെ ഒരു കാര്യം അറിയാം, നിങ്ങൾ ഒരു ചർച്ചിനകത്തിരുന്ന് ചില കാരണങ്ങളാൽ ഇവിടെ വന്നവരൊക്കെ കാണുമായിരിക്കാം. ഞാൻ അവരെ എൻകറേജ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്, ചർച്ച് മാറുകയെ ചെയ്യരുത്. ചർച്ച് മാറുന്നതോളം നമ്മുടെ മനസ്സ് ഭയങ്കര കഠിനമായി പോകും. I want to encourage you, please don't change the never church. Your heart will become hardened. പിന്നെ ഞാൻ പറയാണ്, നിങ്ങൾ ആരെങ്കിലും ഇവിടെ അങ്ങനെ അല്ലാത്തവർ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ഞാൻ പറയുന്നത്, അങ്ങനെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാരണത്താലായിരിക്കും ഇവിടെ വന്നിരിക്കുന്നതെങ്കിലും നിങ്ങൾ ഒരു കാരണവശാലും മാറിപ്പോകരുതേ. കാര്യം ചർച്ച് മാറിയാൽ മനസ്സ് പിന്നെ എങ്ങും സെറ്റാകത്തില്ല. You keep changing You the always church. go along with a critic mind. ഇത് എപ്പോഴും ഇങ്ങനെ കുറ്റം പറയുന്ന ഒരു മനസ്സുകൊണ്ടേ നടക്കത്തുള്ളൂ. You walk around with a critical mind. മനസ്സിലായോ? മനസ്സിനകത്ത് കുറ്റം കയറി കാര്യം നിങ്ങളെ മാനസാന്തരത്തിലേക്ക് പുതുക്കാൻ ആർക്കും കഴിയത്തില്ല. No one will be able to lead you to repentance. ഞാൻ ഇതൊക്കെ പറയുമ്പോഴും എനിക്ക് നിങ്ങളെ കുറിച്ച് 13ാമത്തെ വാക്യം പറയാനുള്ളത്. But I have good things to say about you. That is that word for you. 13ാമത്തെ വാക്യം. 13th verse. ആമേൻ, ഹല്ലേലൂയ. മക്കളെ ഇത് എവിടെ പോയത്? 6ാമത്തെ അതിന്റെ തൊട്ട് 9ാമത്തെ വാക്യം. സോറി, എന്റെ 9ാമത്തെ. എന്താ പ്രിയമുള്ളവർ, 9ാമത്തെ വാക്യം. സോറി. എന്നാ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെ കുറിച്ച് എനിക്കതാ പറയാനുള്ളത്. ഞാൻ ഇതൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങളെ കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്കുതകുന്നതും വിശ്വസിക്കും. We are persuaded of better things of you and things that accompany salvation. മറ്റേല്ല ഞാനൊരു അതിന്റെ ഒരു എന്താ പറഞ്ഞത്, ഒരു വാർണിംഗ് തന്നതാണ്. പക്ഷെ നിങ്ങളെ കുറിച്ച് ഞാൻ അങ്ങനല്ല വിചാരിക്കുന്നത്, ശുഭമേറിയത്. I gave you a warning about നിങ്ങളുടെ അകത്ത് നല്ല ബെസ്റ്റ് ഇരിക്കുന്നു. I have good things to speak about you. ഹല്ലേലൂയ. എബ്രായർ 11:6. Hebrews 11:6. ഈ മഹത്വത്തിനകത്ത് പ്രതിഫലമുണ്ട്. ഓൾവേസ് there is a reward in the glory. ആമേൻ. നോക്കിയേ, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ It's impossible to please ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം. There is a reward. ആ പ്രതിഫലം ദൈവത്തിന്റെ മഹത്വം ലഭിക്കും. നീ പ്രസാദമുള്ളവനാണ്, ദൈവത്തോട് പ്രസാദമുള്ളവനാണെങ്കിൽ നിനക്ക് obviously you will get that glory. If God is pleased with you, you will get glory. ദൈവമഹത്വം വെളിപ്പെടുത്തുവാൻ കഴിയാത്തവരാണ് ജീവിതത്തിലെ അതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം. The greatest tragedy is that they are not able to reveal the glory of God. കണ്ടാൽ ആരും പറയത്തില്ല, മനസ്സിലായി? കണ്ടാൽ ആർക്കും തോന്നത്തില്ല. കാര്യം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒന്നും ജീവിതത്തിൽ കാണുന്നില്ല. Nothing is happening in your life to reveal God's glory. പൊട്ടത്തരം പറയും. ജീവിത രീതികളെല്ലാം ഒരു പൊട്ടനെ പോലെ ജീവിച്ചാൽ എങ്ങനെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തും? You open your mouth, you speak foolish things. How can God's glory be revealed in your life? Glory is the full manifestation of God's purpose in your life. ദൈവത്തിന്റെ മഹത്വം നിന്റെ ജീവിതത്തിന്റെ സകല കാര്യങ്ങളും അതിനകത്തായിരിക്കുന്നു. Glory is a full manifestation of God's purpose in your life. നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ പദ്ധതികളും ഈ ദൈവത്തിന്റെ മഹത്വത്തിനകത്തായിരിക്കുന്നു.
All of God's purposes and plans for you is in സൂര്യനെ His നോക്കിയേ, glory. ചന്ദ്രനെ നോക്കിയേ, നക്ഷത്രത്തെ നോക്കിയേ, എല്ലാത്തിനും അതിൻ്റെതായ മഹത്വമല്ലേ ഉള്ളത്? Sun, moon and stars have its own ഓരോന്നിനും ഓരോ glory. ഗ്ലോറി അല്ലേ? ഇനി Everything നക്ഷത്രങ്ങളെ നോക്കിയേ, ഓരോ നക്ഷത്രവും മറ്റു നക്ഷത്രത്തിന് വ്യത്യസ്തമാണ്. Every star is different from the other star. അതുപോലെ നിന്റെ മഹത്വം വേറൊരാളുടെ മഹത്വമായിട്ട് ബന്ധപ്പെടുന്നത് അത് ഡിഫറെന്റ് ആണ്. Same way your glory is different from the glory of the other അത് person. വിശ്വസിച്ചുകൊണ്ട് ഇന്ന് നിന്റെ ഈ ഇന്നത്തെ രാവിലെ നിന്റെ തടസ്സങ്ങളെ നീ മാറ്റിക്കേ. Believe that and break through every obstacle ദൈവം that you നിന്റെ have. അകത്ത് വെച്ച സാധ്യതകളെ നീ ഉപയോഗിച്ച് അവൻ ദൈവത്തിന് മഹത്വം കൊടുത്തേ. Give glory to God. Use the opportunities God has given നിന്റെ അകത്ത് you. വെച്ചിരിക്കുന്ന സാധ്യതകളെ മഹത്വത്തെ നീ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന് അത് അപമാനത്തിന് തുല്യമാണ്. If you're not using the possibilities of glory God has placed in you, it is a shame for God. See, when you carry God's glory, ദൈവത്തിന്റെ മഹത്വം വഹിക്കുമ്പോൾ actually you are releasing your glory. നിന്റെ മഹത്വത്തെ നീ വെളിപ്പെടുത്തുക. When you carry God's glory, you're releasing your glory. ആമേൻ, ഹല്ലേലൂയ. അവന്റെ മഹത്വത്തിനകത്ത് ദൈവത്തിന്റെ ശക്തി ഇരിക്കുന്നു. In His glory is His power. എപ്പോഴും പറയില്ല, ആരോഗ്യം ഉണ്ടെങ്കിൽ ദൈവത്തിന് മഹത്വമുള്ളവരാ നമ്മുടെ ആരോഗ്യം കാണപ്പെടില്ലേ പറയുന്നത്. നമ്മള് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ദൈവത്തിന് വല്ല മഹത്വം കിട്ടുമോ? When you are healthy, God's glory is revealed. അവൻ ഇവിടെ ഒരു മനുഷ്യനുണ്ട്, ഈ മീൻ കടയുടെ അവിടെ ഒക്കെ എപ്പോഴും കാണാം. 20 രൂപ മതി പുള്ളിക്ക്. ഏത് വണ്ടി നിന്നാലും പുള്ളി ഓടി വന്നു ചേരും, അച്ഛാ ഒരു 20 രൂപ എന്നേ, വേറെ കൂടുതലൊന്നും വേണ്ട. There's somebody at the junction who goes to every person and asks for 20 rupees. നമ്മളാണെങ്കിൽ 20 രൂപ ചോദിക്കുന്നുള്ളല്ലോ വിചാരിച്ച് എല്ലാവരും Everybody gives him 20 പുള്ളി rupees. അങ്ങനെ ഒരു 2000 രൂപ ഒരു ദിവസം ഉണ്ടാക്കും. He makes 2000 rupees a day. കാര്യം 100 പേരോട് ചോദിക്കാൻ പുള്ളിക്ക് പ്രയാസമില്ലല്ലോ. He has no problem asking 100 people. ഒരു ദിവസം വീട് ഞാനപ്പോ ഈ പല ദിവസവും 20 രൂപ അല്ലേ വെള്ളം ചാരിച്ചു കൊടുക്കുക. പുള്ളി ആ വണ്ടിയുടെ പുറകെ വന്ന് വീടിനോട് അച്ഛാ ഒരു 150 രൂപ വരെ. One day he came behind me and asked for 150 rupees. മനസ്സിലാകുന്നുണ്ടോ? എന്നെ ഭയങ്കര മിടുക്കന്മാരാന്നറിയ ഇവരൊക്കെ. See how smart they are. അപ്പൊ ഇങ്ങനെ ചെയ്യിക്കുന്നതിനോ അവനും ഭയങ്കര ഗ്ലോറി ഉണ്ട്. He also has glory. നമുക്ക് ഇതൊന്നും അറിയത്തില്ല. We don't know anything. ചർച്ചയിൽ പോകുന്നവരെ ഏറ്റവും വലിയ പൊട്ടന്മാർ. Those who go to church are the biggest fools. വഴിയിൽ നിന്ന് ഈ പണിയൊക്കെ കാണിക്കുന്നവൻ അവന് 20 രൂപ വെച്ചാൽ കൊടുക്കത്തില്ലേ? നമ്മൾ ആരാന്നില്ല, 10 രൂപ വെച്ചാൽ He is asking for 20 rupees. Anybody will give. 20 രൂപ തരാം, തരത്തില്ല ഉറപ്പായിട്ടും. 2000 രൂപ എനിക്ക് വരുമല്ലോ. മാമ ഒരു അത്യാവശ്യം. മാമയ്ക്ക് പിന്നെ എന്നെ കുറിച്ചൊരു സാക്ഷ്യം പറയണ്ട. ഇന്ന് വരെ ഞാൻ അമ്മാവിടെ ഒരു പൈസയും ചോദിച്ചിട്ടില്ല. സ്വത്ര ആ കാര്യത്തിനകത്ത് ആരും എന്നെ വിരൽ ചൂണ്ടത്തില്ല. ആശ്രയ ചോദിച്ചെന്ന് ആരും പറയത്തില്ല. None of you will point fingers and say, I have asked any of you for money. അങ്ങനെ വേണ്ട. എന്റെ സ്വർഗത്തിൽ ദൈവം എന്നെ നടത്തും. Pastor doesn't need your കാര്യം money. അവന്റെ മഹത്വത്തെ കളയാനല്ല എന്നെ നിർത്തിയിരിക്കുക, അവന് മഹത്വം ഉണ്ടെന്ന് തെളിയിക്കാൻ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നു. God has made me stand to reveal His ഈ glory. അനുസരണക്കേടെന്ന് പറയുന്നത് ദൈവമഹത്വത്തിന് വിപരീതമായ കാര്യമാണ്. Disobedience is against glory. എപ്പോഴും നിങ്ങൾ കേട്ടനെ കേൾക്കുന്ന വചനങ്ങളെ കേട്ടിട്ട് സ്വീകരിച്ചിട്ട് ആമേൻ എന്ന് പറയുമ്പോൾ അനുസരണത്തിലേക്കാണ് വഴി വെക്കുന്നത്, കാല് വെക്കുന്നത്. When you say amen to the word you've heard, you are അനുസരണക്കേട് stepping in leads to obedience. death. അനുസരണക്കേട് എന്ത് ചെയ്യുന്നത്? ഡിസൊബീഡിയൻസ് ലീഡ്സ് ടു ഡെത്ത്. മരണത്തിലേക്ക് അത് ചൂടുകൾ വെക്കും. Disobedience leads to death. എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് ലൈഫ് ഇൻ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവത്തിന്റെ രാജ്യത്തിനകത്തെ ജീവനില്ലായ്മയാണ് വാസ്തവത്തിൽ അനുസരണക്കേടെന്ന് പറയുന്നത്. ദൈവരാജ്യത്തിനകത്തും അനുസരിച്ചേ ഒക്കത്തുള്ളൂ. Absence of life in kingdom of God is disobedience. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളിപ്പം കത്തോലിക്കക്കാരെ എടുത്ത്, ഓർത്തഡോക്സുകാരെ എടുത്ത്, മർത്തോക്കാരെ, CSIക്കാരെ എടുത്ത്, ഈവൻ പെന്തക്കോസ്തുകാരെ എടുത്ത്, അവർക്കാർക്കും ദൈവരാജ്യത്തെ കുറിച്ച് ബോധ്യമില്ല. കാര്യം സ്റ്റക്കായി പോയി ഒരിടത്തു വന്ന്. None of the churches have understanding of kingdom of God. അപ്പൊ അവര് ദൈവരാജ്യം എന്താണെന്ന് വരാനിരിക്കുന്ന ഒരു കാര്യമായിട്ട് സ്വർഗരാജ്യം ദൈവരാജ്യം ഒരുമിച്ചാക്കി അത് വരാൻ പോകുന്നുണ്ട്, സ്വർഗം വരാൻ പോകുന്നുള്ള ഒരു പഠിപ്പീരിലേക്ക് അവരങ്ങ് പോയി. They are into the teaching that the kingdom of heaven or kingdom of God is yet to come. അതുകൊണ്ട് വരാനിരിക്കുന്ന ഒന്നിലേക്കല്ല നോക്കിയിരിക്കേണ്ടത്, ഇപ്പം തന്നതിലേക്ക് നമ്മൾ ശ്രദ്ധ വെച്ചിട്ട് നമ്മൾ ഇവിടെ ജീവിച്ച് കാണിക്കുക. We are not called to look for what is to come. What is already given, focus on that. വരാനുള്ളതിലേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് വാ കൊണ്ട് ഒത്തിരി സംസാരിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഉള്ളത് അനുഭവിക്കാൻ ജീവിച്ച് നീ കാണിച്ചാൽ മതി. Don't look for what is yet to come, but what is already given, you live and show it. അറിവൊക്കെ ഒത്തിരി നല്ലതായിരിക്കാം, പക്ഷേ അറിയുന്ന കാര്യം അനുഭവിക്കുന്നുണ്ടോ? Knowledge is good. Are you experiencing Who are you knowledge? in the kingdom of God? നീ ആരാണ് ദൈവരാജ്യത്തിനകത്ത്? Who are you in the kingdom of God? ചന്ദ്രനോട് ചോദിച്ചത്, ദൈവരാജ്യം നീ ആരാണ്? King. ഗ്രാൻഡ് ഫാദറോ? King. ദൈവരാജ്യത്തിലായിരുന്നു. ദൈവത്തിന്റെ ആരാന്നല്ലേ ചോദിച്ചത്? ദൈവരാജ്യത്തിന്റെ ആരാണ്? ഓമനെ എന്നാണ് പേര്. എന്താ പേര്? രാജാവെന്നോ? ആരാ ആരാ ആരാ? രാജാവ് അല്ലേ? എങ്ങനെയാ ഇരിക്കുന്നത്? How are we in the kingdom of God? ഹലോ രാജാവേ, ഉറക്കമേലും വിട്ടൊന്നിരിക്കുക. At least don't sleep. അപ്പൊ അത് അറിവാ. രാജാവ് എന്നുള്ളത് എന്തോ?
അറിവിനെ അനുഭവമാക്കണം. That അപ്പോഴാ knowledge മുമ്പോട്ട് should become experience, and that's how you അറിവെന്ന് move പറഞ്ഞ് forward. നമ്മളിരിക്കുക. എനിക്കറിയാം അറിവിന്റെ പ്രശ്നം അറിയാം. യെസ് ഐ നോ കഴിഞ്ഞ ആഴ്ച പാസ് പറഞ്ഞില്ലേ, എനിക്കറിയാം, ഞാൻ രാജാവാ. അയ്യോ രാജാവേ, One thing to have that knowledge, one thing to എന്റെ live it. രാജാവേ, നിന്നെ കണ്ടാല് ധർമ്മക്കാരൻ കൂടെ എഴുന്നേറ്റ് പോകും. Although you are a king, you are worse than a beggar. ഞാനതുകൊണ്ടാ പറയുന്നത്, വെൻ യു വെയർ സംതിങ്, നോ, നിനക്ക് ഒത്തിരി ഡ്രസ്സൊന്നും വേണ്ട, ഇടുന്ന ഡ്രസ്സ് വൃത്തിക്ക്. The dress you wear it very ഡ്രസ് കോൺഷ്യസ് neatly. ആയിരിക്കണം. എന്തും ഇട്ട് വാരി ചുറ്റി കയറ്റി ഇട്ടുകൊണ്ട് വരികയല്ല. Don't wear just anything and come to church. എങ്ങനെ വരുന്നത്? ഉടനെ മൊത്തം എന്നെ നോക്കുക. എങ്ങനെ വരുന്നത്? രാവിലെ നോക്കി പറഞ്ഞ സാധനം കാണാനില്ല, വാരി ചുറ്റി എടുത്തു. അത് സാരിയൊക്കെ ഉടുക്കുന്നെങ്കിൽ ഒറ്റ ഒരു കമ്പ വെച്ച് രണ്ട് ചുറ്റി ഈ ഇവിടുന്ന് എടുത്ത് വാരി അങ്ങോട്ട് ഒരു അടി അടിച്ചേച്ച് ഇങ്ങനെ വന്നുവെച്ചാൽ ആ സാരിയുടെ അറ്റം വെച്ച് രാജാവാ. ഒത്തിരി നേരമുണ്ട് ഇങ്ങനെ. അതോ ചിലരാണെങ്കിൽ മൂക്കിനകത്തിട്ട് രാജാവാ. അടുത്തിരിക്കുന്ന സിസ്റ്റർ എപ്പോഴാ വന്ന രാജാവാന്നോ? Are we behaving കഷ്ട. like രാജാക്കന്മാർ കൂടെ നാണം കേടാ. kings? Don't bring shame to kings. ഹല്ലേലൂയ, സ്തോത്രം പറഞ്ഞു. അതുകൊണ്ട് അനുസരണം എന്ന് പറഞ്ഞൊരു സാധനം ദൈവരാജ്യത്തിനകത്തെ കേൾവിക്ക്. യെസ്, We need to have obedience in the hearing and ഐ ആം എ കിങ്, ഞാനൊരു രാജാവിനെ പോലെ. like a king. ഹല്ലേലൂയ. Hallelujah. അറിയുന്നത് അനുഭവിക്കണം. I need to experience what I റോമർ know. 14:17 പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. Conclude by Romans 14:17. മൈ ഗോഡ് ആൻഡ് ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. റോമർ 14:17. സമയം ഒത്തിരി പോകുന്നുണ്ട്, ഞാൻ ഒത്തിരി സമയം എടുക്കുന്നുണ്ട്, ഇന്ന് നേരത്തെ നിർത്തേണ്ടതായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. അതിനാൽ ക്രിസ്തുവിനെ 14:17 മക്കളെ, 14:17. ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനം. ദൈവരാജ്യം എന്ന് പറയുന്നതിനകത്തെ 3 കാര്യങ്ങളാണ്: നീതി, റൈച്ചസ്നസ്, പീസ് ആൻഡ് ജോയ്. ഇത് ഉണ്ടോ? ചെക്ക് ചെയ്യാം. 3 aspects of the kingdom of God: righteousness, peace അതാണ് and joy. മഹത്വം. Is it there in us? That's ഇതിന്റെ glory. പേര് മഹത്വം. പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലോ നോക്കുന്നത്. നിനക്ക് സമാധാനം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? നീതിയിൽ ജീവിക്കാൻ പറ്റും? മറ്റെല്ലാം വന്നോളും. Beyond having money, are you able to live in righteousness, peace and അതുകൊണ്ട് joy? Rest will follow. step into a glorious living. ഒരു മഹത്വപൂർണമായ ജീവിതത്തിലേക്ക് കാലുവെച്ചെന്ന് കയറണം. Today, step into a glorious living. ജ്ഞാനിയായിട്ട് ജീവിക്കണം. You live like a wise. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജ്ഞാനത്തെ തരും, അപ്പോൾ ജ്ഞാനിയായിട്ട് ജീവിക്കണം. God's Holy Spirit will give wisdom. Don't Live play like. around. ചുമ്മാ വെറുതെ വട്ടം കളിച്ച് ഇങ്ങനെ സമയം കളഞ്ഞ് നടക്കരുത്. Don't play around. Have a reigning life. വാഴുന്ന ജീവിതം അനുഭവിക്കണം. Live a reigning കമാൻഡ് life. ചെയ്യണം. ഇപ്പൊ രോഗം വരുന്നുണ്ട്, നമ്മൾ യു കമാൻഡ്. പറ, യേശുവിന്റെ നാമത്തിൽ എന്റെ ശരീരത്തെ വിട്ട് മാറുക. Jesus' name, leave my body. അല്ലേ, പട്ടിക കയറി കൊഴിയെടുത്തെറിയും, കമ്പെടുത്തെറിയും, വല്ല ആയുധം കൊണ്ട് എടുത്തൊക്കെ എറിയത്തില്ലേ നമ്മള്? എങ്ങനെയും അതിനെ ഓടിച്ചു കളയാൻ നോക്കത്തില്ലേ? ഇല്ലേ? When a stray dog comes in, പാമ്പ് കയറി വന്നു, അമ്മണി ആന്റി ഒരു വടി എടുത്തു തല്ലി, വടി ഒടിഞ്ഞു പോയി. അപ്പോഴേ നമ്മൾ ഉയ്യോ എന്ന് പറഞ്ഞ് ഓടി കയറുമോ? ഇല്ല, അടുത്ത വടി എടുത്ത് നമ്മൾ കൊല്ലും. if a snake, നിന്റെ ഒരു സ്തോത്രം കൊണ്ട് നടന്നില്ല, നീ 2 സ്തോത്രം പറ. അപ്പൊ നിന്റെ ഒരു പ്രാർത്ഥന നീ 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നേ. pray 2 times. You take the help of the elders. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞേ. And take the help of the elders. അത് നമ്മളെ കൂടെ ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്യുക. അല്ലെങ്കിൽ മറ്റു സഹായം കൂടെ തേടുക. കോർപ്പറേറ്റ് പ്രയറിലേക്ക് ആ പ്രയർ മാറ്റർ വെക്കുക. And have a corporate prayer to get എല്ലാവരും കൂടെ, this നിങ്ങളെല്ലാം out. കൂടെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചെന്ന് പറ. All of you pray കഴിയുന്ന for me. 5-6 പേരെ വിളിച്ചു വെച്ചിട്ട് പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിച്ച്. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, എനിക്കൊരു മാറ്റം സംഭവിക്കുന്നില്ല. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് എനിക്കൊരു അത്ഭുതം നടക്കണമെന്നൊന്ന് പറഞ്ഞേ. Tell others, call your brethren and say, I prayed, it's not happening, I want to see a miracle. നാണക്കേടായിട്ട് വിചാരിക്കരുത്. This is your home. നീ ഇവിടെ നിന്ന് വിടുതൽ പ്രാപിച്ചു വേണം പോകാൻ. Don't think this is a shameful thing. This is your home. പണ്ടത്തെ പോലുള്ള മഹത്വമല്ല ഇന്നത്തെ മഹത്വം. ഈ ഭവനത്തിനകത്തെ മഹത്വം നീ കാണണം. You have to see the glory in the house of God. ഹല്ലേലൂയ. അങ്ങനെ വന്നിട്ടുള്ളവരെല്ലാം ദയവായിട്ട് ഹല്ലേലൂയ. ഏതെങ്കിലും ഭാരങ്ങളിലോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ കഷ്ടതകളിലോ ഒക്കെ ഇരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേക്കൊന്നും വേണ്ട. അതാത് സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ടത് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഇന്ന് നിന്റെ മഹത്വം എന്റെ ജീവിതത്തെ വെളിപ്പെടേണ്ട ദിവസമാണ്. ഹല്ലേലൂയ. ആ മഹത്വം കാണാൻ വേണ്ടി ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോളെ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ വാകളെ തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ.